ഓഫാക്ക് ചെയ്ത്. അപ്പോൾ ശരിയല്ലേ? ഉമ്പാച്ചി പറയുന്നു എന്നാണ് നമ്മളെ വിഷയം. സാധാരണഗതിയിൽ മാന്യജനങ്ങൾ എന്താണ് മാന്യസദസ്സിൽ മന്ദരം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു കാലത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ ഉമ്പാച്ചി പറയുന്നു എന്നുള്ള വിഷയമൊന്നും ഇല്ലാത്തൊരു സാധനത്തിലേക്ക് വരുന്നത്. ഭാഷയിൽ വന്ന മാറ്റമാണ്. പിന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു സാധാരണഗതിയിൽ സ്വാഗതം പറയുക അല്ലെങ്കിൽ അധ്യക്ഷനായിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കലാണ് അതിനുള്ളൊരു ദൗത്യം. അങ്ങനെയാണല്ലോ അത് സാധാരണ ഉണ്ടാവുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ ഉമ്പാച്ചി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ഉമ്പാച്ചിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ആരോ പറഞ്ഞ പോലെ ഷഹബാസ് അമൻ പാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെ പാടുന്നു നമുക്കറിയില്ല. അദ്ദേഹം പാടുന്നതാണ് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉമ്പാച്ചി പറയുന്നതാണ് നമ്മൾ കേൾക്കുക. പ്രത്യേകിച്ചൊരു വിഷയമൊന്നുമില്ല, എന്തും പറയാം, വായി തോന്നിയത് പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഉമ്പാച്ചി എവിടുന്ന് എന്ത് പറഞ്ഞാലും അതിലെന്തെങ്കിലും കാമ്പുണ്ടാവും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാനും കഴിയും. പണ്ട് പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ 18 കവിതകൾ എന്നൊരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അതിൻ്റെ അവതാരികയിൽ എം ഗംഗാധരൻ മാഷ് എഴുതിയ ആദ്യത്തെ വാചകം, പാമ്പുറയൂരുന്നത് പോലെ ഓരോ സമൂഹവും അവരുടെ ശീലിച്ചു മുഷിഞ്ഞ വാക്കുകൾ മാറ്റി പകരം പുതുഭാഷ സ്വീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാചകത്തിലാണ് ആ അവതാരിക തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഓരോ സമൂഹവും അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വാക്കുകളുണ്ടാവും, പകരം പുതുഭാഷ സ്വീകരിക്കുന്നുണ്ടാവും. അങ്ങനെ സ്വീകരിക്കുന്ന ഭാഷയുടെ അങ്ങനെ ഓരോ ഭാഷയെ പുതുക്കുന്ന ജോലിയാണ് എനിക്ക് തോന്നുന്നു ഉമ്പാച്ചി അദ്ദേഹത്തിൻ്റെ സർഗ ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുകയല്ല അദ്ദേഹം. ഗംഗാധരൻ മാഷ് പറഞ്ഞത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പുതിയ വാക്കുകൾ അല്ലെങ്കിൽ പല വാക്കുകൾ കൂട്ടിച്ചേർത്ത് പുതിയ ബിംബങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. ഉമ്പാച്ചി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ അയാൾ വാക്കുകളെ തലതിരിച്ച് നിർത്തിയിട്ട് അർത്ഥങ്ങൾക്ക് പഴയ അർത്ഥത്തിൽ നിന്ന് അതിനെ കൊഴിച്ച് ചാടിച്ചിട്ട് പുതിയ അർത്ഥം ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ കുറേ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ എഴുത്തിലായാലും പുസ്തകങ്ങളിലായാലും അദ്ദേഹത്തിൻ്റെ പൊതുവായ എല്ലാ രചനകളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പൊതുവേ കാണുന്ന ഒരു സാധനമാണ്. അതാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. വാക്കുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എങ്ങനെ മെനഞ്ഞ് പുതിയ പുതിയ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ആ വിദ്യ അതെങ്ങനെയാണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ കുടുക്കി ഇരുത്താൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ കുറേ പറയല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതും കൂടി പറയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ആമുഖം ആവശ്യമില്ലാത്ത ഈ ചടങ്ങിൽ ഇതിന് അധ്യക്ഷനോ മറ്റ് ചടങ്ങുകളോ അലങ്കാരങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നേരിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കേൾക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ അതിനു വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ശ്രീനിവാസൻ്റെ ഒരു കഥാപരമായ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം സംഭവിക്കുമെങ്കിൽ കുറച്ചും കൂടി നന്നായി ജീവിക്കാമായിരുന്നു എന്നുണ്ട്. അതുപോലെ അബ്ദുറഹ്മാൻ മാഷൊക്കെ വരുമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പ്രിപ്പയറൊക്കെ ചെയ്ത് വന്നേനെ. ഞാൻ അതിൻ്റെ മോന് റബി കുറേ ആയിട്ട് നാട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ +1 എക്സാം മുടങ്ങി യുദ്ധം കാരണം. അപ്പോൾ ഓൻ എങ്ങനെയെങ്കിലും നാട്ടിൽ വരണം, കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. മൂസിനൊക്കെ അറിയാം, ചാമ്പ്യൻസ് നിന്ന് 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് വന്ന ഒരു മനുഷ്യൻ്റെ പിതാവെന്ന നിലക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറായി വരാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉമ്പാച്ചി പറയുന്നു എന്നാക്കിയത്. പക്ഷെ അത് പൊരുത്തക്കേടായി പോവോ എന്നൊക്കെയുള്ളൊരു ബേജാറ് ഇപ്പം ഉണ്ട്. ഞാൻ മാധവിക്കുട്ടിയുടെ കമലാസുരയുടെ അടുത്ത് പോവുമായിരുന്നു. കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. 1-2 പ്രാവശ്യം പോയിട്ടുള്ളത് നമ്മുടെ PC ജലീലും ഞാനും കൂടെ ഒരുമിച്ചാണ് ദാറുൽ ഹുദയിൽ പഠിക്കുന്ന കാലത്ത്.
അവരിങ്ങനെ ഒരു ദേശത്തിന് സ്വയം എടുത്തണിയാവുന്ന ആഭരണം പോലെയുള്ള സ്ത്രീയാണല്ലോ. അപ്പോൾ അതിൻ്റെ കിലുക്കം കേൾക്കുക എന്നുള്ളത് തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മളതിൻ്റെ അവരെ മുമ്പിൽ പോയി ഇരുന്നിട്ടുണ്ട്, സന്നിധിയിൽ എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയും അവർക്ക്. അപ്പം സ്നേഹം അന്വേഷിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി കിട്ടുന്ന സ്ഥലം പോലെയാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളോട് ഉമ്മ എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ അവരോട് എനിക്കൊരു കവിത എഴുതി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പേപ്പർ തരാൻ തുടങ്ങിയപ്പം ഞാനന്ന് തെളിച്ചത്തിൻ്റെ പ്രവർത്തനം കൂടെ, അപ്പോൾ തെളിച്ചത്തിൻ്റെ ലെറ്റർ പാഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് അവരിങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്, മുമ്പിൽ ഒരു ചെറിയ കസേരയിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഇതിങ്ങനെ മടിയിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അവർ അതിൽ ഒരു കവിത എഴുതാൻ തുടങ്ങി. വെട്ടുകിളികൾ എന്നാണ് ആ കവിതയുടെ പേര്, ടൈറ്റിലൊക്കെ ഇട്ട് ആ കവിത എഴുതാൻ തുടങ്ങി. ആ കവിത ഞാനൊന്ന് വായിക്കാം, എന്നാൽ ഈ സദസ്സിനൊരു ബർക്കത്തുണ്ടാവുമല്ലോ. എല്ലാവരും ഒന്ന് മുമ്പിലേക്കൊക്കെ ഇരുന്നാൽ ഒന്നും കൂടി എനിക്കൊരു സുഖം കിട്ടും. മുമ്പോട്ട് എല്ലാവരും നജിയ മുമ്പോട്ട്. വെട്ടുകിളികൾ. വെട്ടുകിളികളുടെ കടന്നാക്രമണം കണ്ടിട്ടുണ്ടോ? തങ്കക്കതിരുകൾ നിറഞ്ഞ നെൽപ്പാടത്തിലേക്ക് ഘോരമായൊരു ഇരമ്പത്തോടെ അവ വരുന്നു. എൻ്റെ ഈ കണ്ണടൻ്റെ പവർ കുറയുകയും, പുതിയ കണ്ണട വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് കയ്യിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആകാശം കറുപ്പിച്ച് ചിറകുകൾ ദ്രുതഗതിയിൽ ചലിപ്പിച്ച് ഞരമ്പിനെ തളർത്തുന്ന വാദ്യമേളം വിതച്ച് അവ വരുന്നു. 1000 വെട്ടുകിളികൾ, അനേക സഹസ്രം വിശപ്പുകൾ. എൻ്റെ ദാഹം അവയുടെ ഗർജനമായിരുന്നു, എൻ്റെ ദാഹം അവയുടെ ആക്രമണമായിരുന്നു. ശാന്തിക്കുള്ള വെമ്പൽ, സ്നേഹവായ്പിൻ്റെ അടയാളങ്ങൾ തേടി എത്ര കാതങ്ങൾ ഞാൻ പറന്നു, മുറിവുള്ള ചിറകുകളുമായി. ഒടുവിൽ നിൻ്റെ വിളകളിൽ ഞാൻ വീണു, നിൻ്റെ അദൃശ്യങ്ങളായ പാദങ്ങളിൽ മുഖം താഴ്ത്തി. ഓ കാരുണ്യവാനായ അല്ലാഹു, എനിക്ക് ഇനി മറ്റൊന്നും വേണ്ട. നീയാണ് വിശപ്പും വിശപ്പടക്കാനുള്ള കനിയും, നീയാണ് ദാഹവും ദാഹജലവും. യാ അല്ലാ, സുരയ്യ ഇന്ന് സുരക്ഷിത. സുരയ്യ 24 ഡിസംബർ 99. ഈ കവിത ഞങ്ങൾ രണ്ടുപേരുടെയും മടിയിൽ വെച്ചാണ് അവരെഴുതുന്നത്. അവർ ഇംഗ്ലീഷിലാന്ന് തോന്നുന്നുണ്ട്, ആലോചിക്കുക. അപ്പോൾ ഇത് എഴുത്ത് തുടങ്ങിയപ്പോൾ ആ കവിതേൻ്റെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കവിതയിൽ കാണാം, ഇവർ എഴുത്ത് തുടങ്ങിയപ്പം വെട്ടുകിളികളുടെ എന്നെഴുതിയിട്ടൊരു വാക്ക് വെട്ടിയിട്ട് പിന്നെ ആക്രമണം എന്ന് മാറ്റി എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇങ്ങനെ കണ്ണടച്ച് പൂട്ടിയിരുന്നിട്ട് വെട്ടുകിളികൾ എന്നെഴുതി, വെട്ടുകിളികളുടെ എന്നെഴുതി. ഇവരെന്നോട് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻവേഡ് എന്നൊക്കെ പറയില്ലേ, അതിനെന്താണ് മലയാളം എന്ന് ചോദിച്ചു. അപ്പം 99 ഗൾഫ് യുദ്ധം നടക്കുന്ന സമയമാണ്. KEN ഒക്കെ ബുഷിനെതിരെ ഘോരം പ്രസംഗിക്കുന്ന കാലമാണ്. നമ്മളുടെയൊക്കെ അന്തരീക്ഷത്തിൽ അധിനിവേശം എന്നുള്ള വാക്ക് വളരെ സർവ്വസാധാരണമായ കാലമാണ്. അപ്പോൾ ഞാൻ അധിനിവേശം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അധിനിവേശം എന്ന് എഴുതി. എന്നിട്ടത് വെട്ടി, കുറച്ചൊന്ന് ആലോചിച്ച് കണ്ണുപൂട്ടിയിരുന്നിട്ട് അത് വെട്ടിയിട്ട് പറഞ്ഞ്
എന്താ കുട്ടിയെ ഇങ്ങനെ ചീത്ത വാക്കുകളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. എന്നിട്ടത് വെട്ടിയിട്ട് കടന്നാക്രമണം എന്ന് എഴുതി. എന്നിട്ട് എന്നോട് ചോദിച്ച് ഈ വാക്ക് കുട്ടിക്ക് അറിയില്ലേ? അപ്പം അറിയാലോ, പക്ഷെ നമ്മൾ അധിനിവേശം എന്ന് പറഞ്ഞാലല്ലേ നമ്മൾ കനം കിട്ടുള്ളൂ എന്നുള്ള രീതിയാണല്ലോ. അപ്പം അവരങ്ങനെ അത് കടന്നാക്രമണം എന്നാക്കി മാറ്റി. അപ്പം എനിക്ക് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് അവർ മരിച്ചതിന് ശേഷമൊക്കെ ഓർക്കും തോറും എൻ്റെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു നിമിഷമായിരുന്നു അതെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടാൻ തുടങ്ങി. ഞാനൊരു വലിയ എഴുത്തുകാരനൊന്നുമല്ല, പക്ഷെ എന്നാലും വലിയ എഴുത്തുകാരനൊന്നും ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നിൽക്കാണ് ഈ പറയുന്നതൊക്കെ. അപ്പം നമ്മളൊക്കെ എഴുതുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണ്, നമ്മളുടേതല്ലാത്ത ഒരു വാക്കാണ് വലിയ വാക്കെന്നും വില കൂടിയ വാക്കെന്നും വിലപ്പെട്ട വാക്കെന്നൊക്കെ വിചാരിച്ചിട്ട് സ്വാഭാവികമായി നമ്മുടെ നാവിൻ തുമ്പിലേക്കും എഴുത്തിലേക്കും വരുന്ന വാക്കിനെ മാറ്റിവെക്കുകയും അതല്ലാത്ത മറ്റുള്ള വാക്കുകൾ തേടുകയും ചെയ്യും, നമ്മളെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കൊള്ളാവുന്നവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻ്റെ ആദ്യകാലത്തെ ഗദ്യം വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇത് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ഭാഷ ഞാൻ അടിമുടി മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് ഞാൻ ചന്ദ്രികയിലൊക്കെ തൂലികയിലൊക്കെ എഴുതിയിരുന്ന ലേഖനങ്ങളിലെ ഭാഷ വളരെ മോശം ഭാഷയായിരുന്നു എന്ന് എനിക്ക് പിൽക്കാലത്ത് മനസ്സിലാവുകയും ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലും എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരിലുമുള്ള വാക്കുകളാണ് എൻ്റെ വാക്കുകളെന്നും നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്ന വാക്കാണ് നമ്മുടെ വാക്കുകളെന്നൊക്കെയുള്ള ഒരു ധാരണയിലേക്കൊക്കെ സ്വയം വരുമ്പോൾ ഇത് എന്നെ പടച്ചവൻ തന്നെ പഠിപ്പിച്ച ഒരു മുഹൂർത്തമായിരുന്നു അതെന്ന് പിൽക്കാലത്ത് തിരിച്ചറിയുകയും എൻ്റെ എന്താ പറയുക ഒരു ഉൾവെളിച്ചം കിട്ടിയ മുഹൂർത്തമായി അതിനെ ഉള്ളിൽ തന്നെ കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം വാക്കുകൾ കിള്ളിപ്പൊളിച്ച് നോക്കുക എന്നത് എനിക്ക് നല്ല ഹരം കിട്ടുന്നൊരു പരിപാടിയാണ്. അപ്പം പിന്നെ കൂടുതൽ പഠിക്കുകയും വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഞാൻ എടുക്കേണ്ട ഒരു പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ബഷീർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ മലയാള സാഹിത്യത്തിൽ കണ്ട കുറേ കഥാപാത്രങ്ങൾ ഇവരൊന്നും ഇങ്ങനെയല്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ എഴുതാൻ തുടങ്ങിയതെന്ന്. അത്ര വലിപ്പത്തിലല്ല ഞാൻ പറയുന്നത്, എന്നാലും ആ വാക്കുകളോട് പുലർത്തേണ്ട അനുഭവമുണ്ടെന്നും അതിലൊരു രാഷ്ട്രീയം ഉണ്ടെന്നൊക്കെ പിന്നീട് മനസ്സിലായി. അതിനുശേഷമാണ് പിന്നെ വാക്കുകൾ തേടുന്ന പണി ആരംഭിച്ചത്. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ബിപ്പിനീസ് എന്നുള്ള വാക്കുണ്ട്, ഒരുപക്ഷെ ആരും കേട്ടിട്ടുണ്ടാവില്ല. തിരുവള്ളൂരുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ആ വാക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ എൻ്റെ മോനോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പോർച്ചുഗീസ് ഭാഷയിൽ അങ്ങനെ എന്തോ ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഇടങ്ങേറ് പിടിച്ച ആർഗ്യുമെൻ്റൊക്കെ ആയിട്ട് വരുന്ന ആളുകളോട് ഇനി എന്ത് ബിപ്പിനീസും കൊണ്ടാണ് വരുന്നതെന്നാണ് തിരുവള്ളൂർ ചോദിക്കുക. കിൽപ്പിത്തിരി എന്ന് പറഞ്ഞ വാക്കുണ്ട്. നമ്മൾ ചെറിയ ഡിവൈസുകൾ, ഇപ്പം ഈ ചെവിയിൽ തിരിക്കുന്ന സാധനം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഉപകരണങ്ങൾക്കൊക്കെ ഞങ്ങൾ കിൽപ്പിത്തിരി എന്നാണ് പറയുക. പല പല സാധനങ്ങൾക്ക് ഞങ്ങൾ കറുതൽ എന്നാണ് പറയുക. ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മറ്റെങ്ങും ഇല്ലാത്ത അനേകായിരം വാക്കുകൾ. പിന്നെ അതിനെന്നെ സഹായിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 10-11 വയസ്സായപ്പോൾ ദാറുൽ ഹുദയിലെത്തി. അപ്പം ഞാൻ വേറൊരു മലയാള രാജ്യത്താണല്ലോ. പിന്നെ അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വരുന്നത് അവിടെ എത്തിയപ്പോൾ ചെമ്മാടെത്തിയപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായി. കാരണം തോർത്തുമുണ്ടിന് ഇവർ മുണ്ട് എന്നാണ് പറയുക, ഞങ്ങൾ മുണ്ട് എന്ന് പറയുന്നതിന് ഇവർ തുണി എന്നാണ് പറയുക. ഞങ്ങൾ തുണി എന്ന് പറയുന്നത് തുണിക്കടയിൽ നിന്ന് കുപ്പായ അടിക്കാൻ വേണ്ടി വാങ്ങുന്ന ശീലക്കാണ്, അതിന് ഒരു ശീല എന്നാണ് പറയുക. ആകെ കുഴഞ്ഞു മറിഞ്ഞ് ആറിടുക എന്നുള്ളത് ഞങ്ങൾ നാട്ടിൽ തിരുമ്പിയാൽ ഉണങ്ങാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ദാറുൽ ഹുദയിലെത്തിയ ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര ആവശ്യത്തിലായിരുന്നു. സ്വന്തമായി കട്ടിൽ, സ്വന്തമായി ഡ്രസ്സ്, സ്വന്തമായി ജീവിതം. പുരയിലാന്നെ ഉപ്പാപ്പാൻ്റെയും ഉമ്മാമാൻ്റെയും കൂടെ കിടക്കണം.
അപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം തന്നെ തിരുമ്പിയിട്ട് ആവേശത്തിന് തിരുമ്പിയതാണ്. ദാറുൽ മാനിപ്പാടത്ത് അന്ന് മഞ്ഞ വെള്ളമാണ്. ഇത് വെള്ളം കൊണ്ടും കുപ്പായവും മഞ്ഞ കളറായി. പിന്നെ ഇത് ഉണങ്ങാൻ എവിടെ ഇടണം എന്നുള്ളതിനെക്കുറിച്ച് അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ മുന്നിൽ കാണുന്ന സുബൈർ ഹുദവീനാണ്. അന്നത്തെ സുബൈർ, ചെറിയൊരു മനുഷ്യൻ. അന്നത്തെ സുബൈർ, പിന്നത്തെ ഒരു സുബൈർ ഉണ്ട്, അബ്ദുൽ നാസർ മദനിയെ പോലെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന, ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട്. അങ്ങനെ സുബൈറിനോട് ഞാൻ ചോദിച്ച് എടി ആറിയിടുവന്ന്. ഓന് വേറെ ഏതോ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ വന്ന ഒരാളെ എന്ന പോലെ എന്നെ നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല. പക്ഷെ എൻ്റെ കയ്യിലുള്ള ഈ അലക്കിയ ഡ്രസ്സും ഇതൊക്കെ കണ്ടിട്ട് ഏകദേശം ഊഹിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കി തന്ന്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകളെ ഇങ്ങനെ വേർതിരിക്കുന്നതിൻ്റെ ഒരു സ്വാഭാവിക രംഗം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതല്ലാത്ത വാക്കുകളുണ്ട്. പിന്നെ അത് ആലോചിച്ച് നോക്കുമ്പോൾ ധാരാളം വാക്കുകളുണ്ട്. ഇപ്പോൾ കൊള്ളു എന്നുള്ള വാക്കുണ്ട് ഞങ്ങൾക്ക്. ആ വാക്ക് എനിക്ക് തോന്നുന്നു വേറെ എവിടെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. കാരണം പല സ്ഥലത്തും മതിൽ, കണ്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുക ചെയ്യുക. കൊള്ളിൽ ഞങ്ങൾക്ക് കണ്ടിയുണ്ട്, കണ്ടിയിൽ ഞങ്ങൾക്ക് കൊതയുണ്ട്. ഇങ്ങനെ ധാരാളം വാക്കുകൾ. അപ്പോൾ ഈ വാക്കുകളെക്കുറിച്ച് ആലോചിക്കണം, ഈ വാക്കുകളെ എവിടെയെങ്കിലുമൊക്കെ എടുത്തു വെക്കണം. അങ്ങനെ ഞാൻ ദാറുൽ പഠിക്കുമ്പോൾ തന്നെ ഒരു നോട്ട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ശേഖരം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഒരു ദിവസം ദാറുൽ നിന്ന് വീട്ടിൽ നിന്ന് ദാറുൽ പോകുന്ന വഴിയിൽ ബ്ലൂ ഡയമണ്ട് കയറിയിട്ട് തിയേറ്ററിൽ കയറിയിട്ട് സമ്മറിൻ ബത്ലഹേം എന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരു സഞ്ചി എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു 10-250 വാക്കുള്ള ഒരു നോട്ട് പുസ്തകം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ആ പണി രണ്ടാമത് എടുക്കുക എന്നുള്ള മടിയിൽ അന്നത് ചെയ്തില്ല. അങ്ങനെ ചെറുപ്പത്തിലേ അങ്ങനെ ഒരു സാധനം ചെയ്തിരുന്നു. അന്ന് പക്ഷേ നമ്മൾ കവിത ഒന്നും എഴുതുന്നില്ലല്ലോ. ദാറുൽ രണ്ടാമത്തെ വർഷം ഞങ്ങൾക്ക് ഒരു കവിത പഠിപ്പിച്ചിരുന്നു. പുറമണ്ണൂർ ടി മുഹമ്മദ്. ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് ഇന്ന് ആകെ ആഗ്രഹിച്ചത്. പുറമണ്ണൂർ ടി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു കവി, റഷീദ്ക്കൊക്കെ അറിയായിരിക്കും. വളരെ കാലത്തിന് ശേഷം പിന്നെ പി രാമനാണ് എസ് വി ഉസ്മാൻ്റെ കവിതകളെക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു ഉസ്മാനൊക്കെ മരിച്ച സമയത്ത്. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഇതന്നല്ലേ. അപ്പം ഉസ്മാനൊക്കെ മരിച്ച സമയത്ത് ഞാൻ ഈ ഉസ്മാൻ ഖാനെ കുറിച്ച് എഴുതിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 64 മുതൽ ഉസ്മാൻക്ക് എഴുതിയിട്ടുള്ള 60കളിൽ ഉസ്മാൻക്ക് എഴുതിയിട്ടുള്ള കുറേ കവിതകളിലാണ് ഒരു മുസ്ലിം ഭാവുകത്വവും മുസ്ലിം ജീവിതമൊക്കെ മലയാള കവിതയിൽ വന്നത് എന്നുള്ള. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് അങ്ങനെ ഈ ഏത് ഉസ്താദാണാവോ ഈ കവിത സിലബസിൽ ചേർത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെകുത്താൻ സ്വർഗത്തിൽ നിന്നാണ് ആ കവിത. ഇന്നലെ ഞാൻ പി രാമൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വീണ്ടും എടുപ്പിച്ചതാണ്. ഈ കവിത ഞാനൊന്ന് വായിക്കാം. ആദിയിൽ പറുദീസ വിട്ടിറങ്ങുവാൻ ദൈവം ആദമോട് ആജ്ഞാപിക്കെ ചെകുത്താൻ ചിരിച്ചുപോൽ. മണ്ണിനാൽ രൂപം പൂണ്ട മാനുഷൻ പിശാചിൻ്റെ കണ്ണിൽ അന്നിന്നും തന്നിൽ താണവനായേ നിൽപ്പൂ. മാദക വസന്തത്തിൻ തുണ്ടുകൾ തുന്നിച്ചേർത്തു മാനവൻ യുഗാന്തര സ്മൃതിതൻ തൂവാലയിൽ. നഷ്ടസൗഭഗത്തിൻ്റെ ശിഷ്ടമാമിക്കൈലേസിൽ കെട്ടിവെക്കുന്നു തൻ്റെ സ്വപ്നങ്ങൾ സമസ്തവും. നന്മയുടെ ആ ഭാഗം പറഞ്ഞിട്ട് മനുഷ്യകത്തിൻ ചീഞ്ഞ തൊണ്ടുകൾ തുന്നിച്ചേർത്ത് മനുഷ്യകത്തിൻ ചീഞ്ഞ തൊണ്ടുകൾ തല്ലിച്ചേർത്ത് മാരകമൊരു പാശം നിർമ്മിച്ചു ജീവൻ നൽകി. പാശമല്ലതു പാമ്പാണ് അതിൻ്റെ വായിൽ നാശത്തിൻ വിഷക്കാറ്റും ചെകുത്താൻ അതിലേറി. മാനവാത്മാവിൻ സ്വർഗസീമയിൽ അഴക്കോലിലാണവൻ ഉന്നം ഈ കൈലേസ് എങ്ങനെ സൂക്ഷിപ്പു നാം എന്നാണ് കവിത. ഇത് ദാറുൽ 2ാം ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അന്നെന്താ പഠിപ്പിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോഴീ കവിത വീണ്ടും വായിച്ചതിന് ശേഷം ഈ കവിതയിലുള്ള രൂപകങ്ങൾ മുഴുവൻ ഖുർആൻ എന്നാണ്. പാശമാണെങ്കിലും തൂവാലയാണെങ്കിലും ഇതൊക്കെ ഖുർആനിലെ രൂപകങ്ങളാണ്. പാമ്പാണെങ്കിലും
മുഫസ്സിറുകൾ പിന്നെ ഇബ്ലീസ് സ്വർഗത്തിലേക്ക് കടന്നത് പാമ്പിൻ്റെ വായിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോണ്ടെക്സ്റ്റുകളുണ്ട്. തൂവാലകൾ ഖുർആനിൽ പലപ്പോഴും ആവർത്തിച്ച് വരുന്നുണ്ട്. യൂസുഫ് നബി യാക്കൂബ് നബിയുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നത് ഒരു തൂവാല തിരിച്ചു വരുമ്പോഴാണ്. സ്വർഗത്തിലുള്ള ഒരു തൂവാലയിൽ കെട്ടിവെക്കുന്ന പൈതൃകങ്ങളെക്കുറിച്ചും സമ്പന്നതകളെക്കുറിച്ചുമാണ് ഈ കവിത. അതിൻ്റെ മറുവശത്ത് പാപത്തിൻ്റെ തോട് തല്ലി ഉണ്ടാക്കുന്ന കയറും അത് പാമ്പായി തീരുന്നതും അതിൽ വിശ്വനാശത്തിൻ്റെ പണം വിടരുന്നതും ഒക്കെ പറഞ്ഞിട്ട്, പക്ഷെ ചെകുത്താനെ മനുഷ്യനാണ് കയറ്റി അയക്കുന്നത് കവിതയിൽ. ചെകുത്താൻ സ്വർഗത്തിൽ പോയി ഈ തൂവാല കട്ടെടുക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കലാണ് നമ്മുടെ പണി എന്ന് പറയുന്ന ഒരു കവിത. ഈ കവിതയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം പഠിപ്പിക്കപ്പെട്ട കവിത. ആ കവിത അന്ന് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ പിന്നെ മനസ്സിലാക്കുന്നത് രാമമാഷുമായിട്ട് പി രാമനുമായിട്ട് ഇങ്ങനെ ധാരാളമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനത്തെ സ്വത്തുക്കളൊക്കെ തിരഞ്ഞു പിടിച്ച് സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, തിത്തിക്കുട്ടി ടീച്ചർ എന്ന് പറഞ്ഞിട്ടൊരു കവി ഉണ്ടായിരുന്നു എന്ന്. മാഷിനറിയോ തിത്തിക്കുട്ടി ടീച്ചർ? ഗംഭീരമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് കവിതകൾ എടുത്തു തരാമെന്ന്. ഭയങ്കര തസവുഫിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള കവിതകളൊക്കെ എഴുതിയിട്ടുള്ളൊരു ടീച്ചർ. പാലക്കാട് ആ ഭാഗത്തോടെയാണ്. ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഇത്ര മരിച്ചു പോയത്. മാഷിൻ്റെ അടുത്തുണ്ടെന്ന് തന്നെ കവിതകൾ. അവരുടെ മകൾ കവിതകൾ എഴുതിയിരുന്നു. അവർ ഇടയ്ക്ക് വെച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ഗംഭീര കവിതകൾ എഴുതിയിരുന്നത്. ഷംന എന്നങ്ങാനാ പേര് പറഞ്ഞ്, ഷംന എന്നോ, വിഷയം മാറിപ്പോയി. അപ്പോൾ ഈ പുറമണ്ണൂർ ടി മുഹമ്മദിൻ്റെ ഈ കവിതയിൽ നിന്നാണ് പിന്നെ ആദ്യത്തെ കവിത ദാറുൽ ഹുദയിൽ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കൊള്ളാമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും പിന്നെ ദാറുൽ ഹുദ ലൈബ്രറിയിലെ ഒരു കവിതാ പുസ്തകം ആദ്യമായി എടുക്കുകയും ചെയ്ത് 1000 നാവുള്ള മൗനെന്ന് പറയുന്ന യൂസുഫ് അലി കച്ചേരിയുടെ ഒരു പുസ്തകം. അതിൽ സാഫല്യം എന്ന് പറഞ്ഞിട്ടൊരു കവിത ഉണ്ട്. ഈശനായി തീരാനും സാത്താനായി മാറാനും ആശിപ്പതില്ല ഞാൻ ജീവിതത്തിൽ, കാർമുകിൽ പോലെ കരയുവാൻ ഉന്മിഷത്താരകം പോലെ ചിരിക്കുവാനും സാധിക്കുമാറൊരു മാനവനാകുകിൽ സാഫല്യം വന്നു ഞാൻ കൈവരിച്ചു എന്ന് പറയുന്ന ഒരു കുഞ്ഞു കവിത. പിന്നെ ഈ മാതൃകയിൽ എഴുതി നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി. പക്ഷെ പിന്നെ ദാറുൽ ഹുദയിൽ ലത്തീഫ് മാഷൊക്കെ വന്നു. വി അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ലത്തീഫ് മാഷ് വന്നതിന് ശേഷമാണ് വായന കുറച്ചും കൂടെ നന്നാവുന്നതും കൂടുതൽ കവിതകളെക്കുറിച്ച് അറിയുന്നതും. കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സച്ചിദാനന്ദനൊക്കെ ദാറുൽ ഹുദയിൽ സംഭവിക്കുന്നതും. അങ്ങനെ പിന്നെ വ്യാപകമായ കവിതാ വായനയുടെ ഒരു വലിയ കൂട്ടം തന്നെ ദാറുൽ ഹുദയിലുണ്ടായി. അപ്പം പിന്നെ ഇവരൊക്കെ നല്ല ജോലി കിട്ടിപ്പോയപ്പോൾ ഞങ്ങൾ അനാഥരായി. അപ്പോൾ ആ അനാഥത്വത്തെ മറികടക്കാൻ ഞാൻ കണ്ടുപിടിച്ച വഴി എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് DC ബുക്സൊക്കെ പുസ്തകം ഇറക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഫ്രണ്ടിൽ തന്നെ ഈ എഴുത്തുകാരുടെ അഡ്രസ്സും കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ അപ്പോൾ എഴുതുന്ന കവിതകളും അപ്പോൾ വായിക്കുന്ന കവിതകളെക്കുറിച്ച് ഇവർക്കൊക്കെ കത്തെഴുതാൻ തുടങ്ങി. പിന്നെ ഈ മാസാന്ത ലീവിൽ 2 ദിവസം പലപ്പോഴും എൻ്റെ ഉപ്പ എന്നെ കൂട്ടാൻ വരില്ല. അപ്പോൾ ഞാൻ ആ 2 ദിവസം കൂടി ദാറുൽ ഹുദയിലിരുന്ന് വിസ്തരിച്ച് വായിക്കും. എന്നിട്ട് കഴിയുന്നത്ര ആളുകൾക്ക് കത്തെഴുതും. അന്ന് ഇൻലൻഡ് തരുമായിരുന്നു, സ്റ്റേഷനറി ഇൻലൻഡ് കിട്ടും നമുക്ക്. അപ്പം പല കുട്ടികൾക്കും, മലപ്പുറത്തുള്ള പല കുട്ടികൾക്കും വീട്ടിലേക്ക് കത്തെഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഇൻലൻഡുകളിൽ സംഘടിപ്പിച്ചിട്ട് അതിലും കൂടെ പത്മനാഭനൊക്കെ എനിക്ക് മറുപടി അയച്ചിട്ടുണ്ട്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ യതി, അങ്ങനെ പലർക്കും എഴുതി. ആ കൂട്ടത്തിൽ സച്ചിമാഷാണ് ഏറ്റവും എന്താ പറയുക അനുതാപപൂർവം പരിഗണിച്ചതും കവിതയെക്കുറിച്ച് പറഞ്ഞു തന്നതും കവിതകൾ വായിച്ച് തിരിച്ച് കത്തുകൾ എഴുതിയതും. അങ്ങനെയുള്ള ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ തീർത്തും വർഗീയമായ ഒരു ആലോചന മനസ്സിലുണ്ടായി. ബാലചന്ദ്രനുണ്ട്, സച്ചിദാനന്ദനുണ്ട്, രാമകൃഷ്ണനുണ്ട്, പിന്നെ മധുസൂദനനുണ്ട്,
നായരുണ്ട്, കുറുപ്പുണ്ട്. പക്ഷേ ആകെയുള്ളതൊരു യൂസഫ് അലി കേച്ചേരിയാണ്. അയാൾ ശ്രീകൃഷ്ണനെ കുറിച്ച് എഴുതുന്നത്. അപ്പോൾ മലയാള കവിതയിലെ മാപ്പിളമാരെവിടെ, എൻ്റെ നാട്ടുകാരെവിടെ, എൻ്റെ വീട്ടുകാരെവിടെ, ഞങ്ങളെവിടെ എന്നുള്ളവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അത്ര വർഗീയമായ ആശങ്കയല്ലെന്നും അത് പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമാണെന്നും ഉള്ള ബോധം പിന്നെയും വന്നു. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഏത് വാക്ക് വേണമെന്നും ഏതൊക്കെ വാക്കിനെ പുരസ്കരിക്കണമെന്നും ഏതൊക്കെ വാക്കിനോട് അകലം പാലിക്കണം എന്നൊക്കെയുള്ള ഒരു വിചാരം ഉണ്ടാവുന്നത്. ഇതിൽ പിന്നെ വടകരയുടെ ഞങ്ങൾ പ്രാദേശിക വാഗ്ഭൂപടത്തിന് നല്ല പങ്കുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക ഭാഷാബോധമോ അല്ലെങ്കിൽ ഭാഷാരൂപമോ ഒക്കെ വടകരക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പാപ്പ ഒരു കാലത്ത് ഒതു എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഒതു അർപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഞാൻ ആ വാക്ക് വേറെ എവിടെ അങ്ങനെ കേട്ടിട്ടില്ല. ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? ഇവിടെ ഉണ്ടോ? ഒതു അർപ്പിക്കുക. പക്ഷെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ആ വാക്ക് ഞാൻ കേൾക്കാതായിട്ടുണ്ടായിരുന്നു. ഒതു എടുക്കാമെന്നായി. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ നീട്ടിയിട്ട് ഒതു അർപ്പിക്കുമെന്നാണ് അറിയാം. അപ്പോൾ ഈ ഒതു അർപ്പണമാണെന്ന തീർത്തും അത് ഒതുകൂടെ ഇബാദത്താണെന്നുള്ള ബോധത്തിൽ നിന്ന് ആ വാക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് എടുക്കലാക്കി മാറ്റും. അങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഈ ആ നോട്ടത്തിലേക്ക് എത്തി. അതിനുശേഷം ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ പിന്നെ അതൊരു ഹരമുള്ള ഏർപ്പാടായി മാറി എന്നുള്ളതാണ് സത്യം. ഞാൻ ഒരു കവിത വായിക്കാം. ഞങ്ങൾ ഇച്ചാച്ച എന്നാണ് പറയുക, ഇത്താത്ത ഇല്ല ഞങ്ങൾക്ക്. ഇച്ചാച്ച എന്നുള്ള കവിത വായിക്കാം. ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത എൻ്റെ സുഹൃത്ത് ഇവിടെ ഉണ്ട്, മുഹ്സിൻ ഉക്കഫെ. ഇച്ചാച്ച വക്തിനു നിക്കരിക്കില്ല, ബീഡിയുണ്ടാകും മടിക്കുത്തിൽ, 5 നേരം മുടങ്ങാതെ വലിക്കും, പുകച്ചുരുൾ മെല്ലെ താഴോട്ടൂതി പറയും പടച്ചവനോടിങ്ങനെ, നിനക്കെന്നെ തിരിഞ്ഞതല്ലേ, ഞാനീ നെല്ല് കുത്തി തീർക്കാതെ മേക്കഴുകി മുന്നിൽ വന്നിട്ടിപ്പം നിനക്കെന്ത് കിട്ടാനാണ് എൻ്റെ റബ്ബേ, നിനക്കെന്നെ തിരിഞ്ഞതല്ലേ, ഞാനീ നെല്ല് കുത്തി തീർക്കാതെ മേക്കഴുകി മുന്നിൽ വന്നിട്ടിപ്പം നിനക്കെന്തു കിട്ടാനാണ് എൻ്റെ റബ്ബേ. അടിപ്പാവാടക്ക് കീശകളുണ്ട് ഇരുവശം, ഇടതുണ്ട് ചെറിയ നോട്ടുകെട്ടുകൾ, വലത്ത് തേങ്ങ വരണ്ട കക്കം മുട്ടായികൾ, പൊടിക്കിടാങ്ങൾ പാവം പറ്റുകാർ ഞങ്ങൾക്കുള്ള പൊതിക്കിനാവുകൾ. സ്വന്തമുള്ളൊരു പുര ഓള് പാർക്കില്ല, ആടുന്നും ഈടുന്നും തിന്നും അതുപോലുറങ്ങും, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനൊരുത്തി, പറഞ്ഞത് കേൾക്കാതെ വിരിച്ചിടത്ത് കിടക്കാതെ കുരുത്തം കെട്ടോള് ഒരുമ്പെട്ടോള് ഓളൊരു പൗറത്തി. നെല്ല് കുത്തുന്നേരം വേറിട്ട് കേട്ട് ഓരോ വട്ടം, ഉലക്ക ഉരലിലിടിപ്പതിൻ കൂറ്റിനൊത്ത് ഹംദു ചൊല്ലും മാറിലെ ദഫുമുട്ടുകൾ. അജ്മീറിലേക്കും ബഗ്ദാദിലേക്കും വെവ്വേറെ നേർച്ചയോതിയ തസ്ബീഹുകൾ, ഞങ്ങളിടവലക്കാരക്കാലമിറക്കിയ പുത്തരിക്കഞ്ഞിയിലെ വറ്റോരോന്നും ഇച്ചാച്ച ഉച്ചരിച്ചതാം ദിക്റുകൾ. മരിച്ച വീട്, ആളുള്ള കോലായ, നെല്ലുണങ്ങാൻ കിടന്ന മുറ്റത്ത് ധനു പാഴില വിരിച്ചു കിടത്തിയ പകൽ, തണുപ്പരിച്ച് കണ്ടികേറി വരുന്നു അരി നുറുങ്ങിപ്പൊടിഞ്ഞതിൻ്റെ ഒച്ചകൾ, ഉരലുവട്ടത്തിൽ തവിടു വീണമട്ട് ഓർമ്മകൾ. ഇതെൻ്റെ മൂത്തുമ്മയാണ്, എൻ്റെ ഒരു ഇളവമ്മയാണ്. രണ്ടാളെ ഒന്നാക്കിയതാണ്. ഞാൻ ഇവരങ്ങനെ നിസ്കരിക്കുന്നൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എല്ലാ വീട്ടിലേക്കും എല്ലാ ആവശ്യങ്ങൾക്കും സദാ സന്നദ്ധരായിട്ടുണ്ടായിരുന്ന, അപ്പോൾ ഇവർ എല്ലാ വീട്ടിലും പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അരി കുത്തി കൊടുക്കും. അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട് നമുക്ക്. കുട്ടികൾക്ക് ബീഡി വലിക്കും.
ഈ പാവാടൻ്റെ കീശയിൽ മുട്ടായി സൂക്ഷിക്കും. ഈ മനുഷ്യന്മാരെയൊക്കെ എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിക്കണമെന്ന വിചാരമാണ് ഉള്ളത്. ഇതൊന്നും പോരാ, ഇനി നോവലാകണം എന്നാണ് മഹാനവറുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനൊരു കഥയില്ലാത്ത മനുഷ്യനാണ്. എനിക്കൊരാൾ മരിച്ചാൽ അയാളെ പറ്റി എഴുതാൻ ഭയങ്കര ഭാവനയായിരിക്കും. പക്ഷേ ഇല്ലാത്ത ഒരാളെ സൃഷ്ടിച്ചിട്ട് അയാളെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര പരാജയം. അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനീ പറഞ്ഞ പോലെ ദാറുൽ കാലത്ത് കവികളെ, എഴുത്തുകാരെ പോയി കാണുകയും, കാരണം നമുക്ക് വേണ്ടത് ദാറുൽ അന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ദാറുൽ ഹുദയും ഞങ്ങളുടെ കൂടെ വളരുന്നൊരു സ്ഥാപനമാണല്ലോ. ആദ്യമായിട്ട് ചന്ദ്രിക ആശുപത്രിയിൽ എൻ്റെ ഒരു കവിത അച്ചടിച്ച് വന്നപ്പോൾ യൂസുഫ് ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു, യൂസുഫ് ഉസ്താദ് ബഹാവുദ്ദീൻ ഉസ്താദിനോട് പോയി പറഞ്ഞിട്ടുള്ളത്, കുട്ടികൾ കവിത എഴുതുന്നുണ്ട്, നമ്മളെന്താ ചെയ്യാന്നാ. ഈ ഉസ്താദ്മാർ നമ്മളെ കൂടെ വളരുകയാണല്ലോ. പക്ഷേ പിന്നെ ദാറുൽ ഹുദയിലെ സർഗാത്മക പ്രവർത്തനങ്ങളുടെയും വിപ്ലവ പ്രവർത്തനങ്ങളുടെയൊക്കെ മുന്നിൽ നിന്ന് മാനേജറോടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പൊരുതിയിരുന്ന മനുഷ്യനായിട്ട് യൂസുഫ് ഉസ്താദ് മാറി. ഭയങ്കര രസികനൊരു ഉസ്താദാണ്. അങ്ങനെയുള്ളൊരു സ്വാഭാവിക വളർച്ച ഉണ്ടായിരുന്നു. ആ കാലത്ത് ആണ് അൻവർ ഖാൻ്റെ അടുത്തും റഫീഖ് അഹമ്മദിൻ്റെ അടുത്തൊക്കെ പോയത്. അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി. അപ്പോൾ ഈ ബാലകൃഷ്ണനും ബാലചന്ദ്രനും രാമകൃഷ്ണനും മധുസൂദനൊക്കെ ഉള്ള ലോകത്ത് പുതുകവിത എന്ന് പറഞ്ഞിട്ട് KG ശങ്കരപ്പിള്ള ഒരു പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട് 90കളുടെ തുടക്കത്തിൽ. അപ്പോൾ അതിൽ വന്ന പേരുകളാണ് ഈ അൻവർ അലിയും റഫീഖ് അഹമ്മദും അക്ബറൊക്കെ. അങ്ങനെ റഫീഖ് അഹമ്മദ് കുറച്ചും കൂടെ ഒരു അസഹിഷ്ണുത ഉള്ള ഒരു മനുഷ്യനായിട്ട് അനുഭവപ്പെട്ടു. ഞാൻ മൂപ്പരെ കുറ്റം പറയില്ല, മൂപ്പരെ ഒരു സ്വഭാവം. പക്ഷെ അൻവർക്ക് നമ്മളുടെ ഒരു വരവും ഞങ്ങളുടെ സംസാരവും വേഷമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സ്നേഹത്തിൽ സ്വീകരിക്കുകയും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിൽ മൂപ്പര് കണ്ട ലാഭം എന്താണെന്ന് ചോദിച്ചാൽ, മൂപ്പർക്ക് അറബി മലയാളം വായിക്കണം. അത് വായിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂ. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി മൂപ്പർക്കുണ്ട്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ തമ്മിലുള്ള സഖ്യം ദൃഢപ്പെട്ടത്. അപ്പം നമ്മൾ വിചാരിച്ചതല്ല മോയിൻകുട്ടി വൈദ്യർന്നു, നമ്മൾ വിചാരിച്ചതല്ല മൊയ്തീമല എന്നൊക്കെ അൻവർ ഖാൻ്റെ വർത്തമാനത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാകാൻ തുടങ്ങി. മൂപ്പര് ഒരു തിരുവനന്തപുരത്തുകാരനാണല്ലോ. അപ്പോൾ മൂപ്പർക്ക് നമ്മളുടെ ഈ ഭൂപ്രകൃതിയുമായും നമ്മളുടെ മതപ്രകൃതിയുമായൊന്നും അത്ര അടുപ്പമില്ല. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമൊക്കെ ആയിട്ട്. അപ്പോൾ മൂപ്പർക്ക് ഇതിൽ ഭയങ്കര കൗതുകമുണ്ട്. ആ കാലത്ത് എക്സൈറ്റഡ് ആണ് ഈ മാല, ബൈത്ത്, റാത്തീബ് സംഭവങ്ങളെക്കുറിച്ച്. പിന്നെ മൂപ്പര് പാട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ അത് മൊത്തം പാട്ടിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ തുറമുഖം എന്നുള്ള സിനിമയിലെ പാട്ടുകളൊക്കെ ശരിക്ക് നമ്മളെ റാത്തീബുകളുടെ താളത്തിലാണല്ലോ. അപ്പം അങ്ങനെയാണ് അൻവർക്ക് എന്നെ രാജീവ് രവിയിൽ എത്തിക്കുന്നത്. മൊത്തത്തിൽ ഈ വഴിവിഴപ്പിൻ്റെയും വഴിതെറ്റലിൻ്റെയും കൃത്യമായ ഒരു എത്തലായിരുന്നു അന്നയും റസൂലും എന്ന സിനിമയിലെ പാട്ടെഴുത്തിലേക്കുള്ള യാത്ര. അത് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പല എന്നെ ഫേസ്ബുക്കിലൊക്കെ വായിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഇതല്ലല്ലേ ഞാൻ പറയണ്ടേ, അല്ലേ? അങ്ങനെ പിന്നെ മട്ടാഞ്ചേരിയിലെ കുറേ പാട്ടുകൾ എടുത്തിട്ട്, രാജീവേട്ടൻ ചെറുപ്പത്തിൽ കേട്ട കുറേ പാട്ടുകൾ എടുത്തിട്ട് എനിക്ക് കേൾക്കാൻ തന്നു, അയച്ചു തന്നു. ഈ പാട്ട് മാതൃകയിലുള്ള ഒരു പാട്ട് എൻ്റെ സിനിമയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അറബി മലയാളം. പക്ഷെ ആ പാട്ടുകൾ അത് എൻ്റെ അടുത്ത് നിന്ന് ആ ഫയൽ നഷ്ടപ്പെട്ടു പോയി. യാഹൂലായിരുന്നു അന്നത്തെ മെയിൽ പരിപാടികളൊക്കെ, ഓരോരുത്തും ഇല്ല. അത് മട്ടാഞ്ചേരിയിലെ പ്രായം ചെന്ന മനുഷ്യരോൽക്ക് പാടിക്കൊടുത്തത് റെക്കോർഡ് ചെയ്തതായിരുന്നു. അത് ഹലീമ ബീവി നബീനെ കാണാതാകുക പോറ്റുന്ന സമയത്ത്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നിട്ട് ഹലീമ ബീവി നബീനെ അന്വേഷിച്ച് നടക്കുമ്പോൾ മയിലിനെയും മാനിനെയൊക്കെ കാണുമ്പോൾ ഓല്
നബീനെ ചോദിക്കും. അപ്പം അതാരാ മൂവരെ ആ കുട്ടീൻ്റെ വിവരണം എങ്ങനെയാണെന്നുള്ളത് മയിലിന് പറഞ്ഞു കൊടുക്കുമ്പോൾ മയിൽ ഇങ്ങനെയുള്ള വേറൊരു കുട്ടീനെ ഞാൻ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളിയാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കുറേ പാട്ടുകളുണ്ട് എന്ന് തോന്നുന്നു. ഈ കിളിപ്പാട്ട് രാമായണമൊക്കെ ആ ഒരു സൂത്രത്തിൽ, ആ ഒരു സങ്കേതത്തിൽ എഴുതപ്പെട്ട നബി കീർത്തനങ്ങൾ. അങ്ങനെ അത് കേട്ടിട്ട് അത് മട്ടിലുള്ള ഒരു പാട്ട് എന്നുള്ള നിലക്കാണ്. പക്ഷേ അതിൽ എനിക്ക് ദമ്മിലൂനി എന്നുള്ളൊരു വാക്ക് എടുത്തു വെക്കാൻ പറ്റിയത് കൊണ്ട് അൽഹംദുലില്ലാ അറാഹത്തായി. ആ സമയത്ത് നല്ല ചീത്ത കേട്ട്, പക്ഷെ അന്ന് ചീത്ത പറഞ്ഞവരൊക്കെ ഇപ്പോൾ മൊത്തം വലിയ പാട്ടുകാരായി. ഇന്നിതൊക്കെ ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സൃഷ്ടിപ്പിൻ്റെ സമയത്ത് പടച്ചോന് മനുഷ്യരെ സൃഷ്ടിക്കാൻ ആരംഭിക്കുന്നതിൻ്റെ സമയത്തുള്ള ഒരു കോണ്ടസ്റ്റ് ഖുർആനിൽ 1-2 തവണകളിലായിട്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. അതിൽ അല്ലമ ആദമൽ അസ്മാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചപ്പോൾ, ഇന്നല്ല 2 ദിവസമായിട്ട് ആലോചിക്കുക, പിന്നെ ഈ ഇസ്മ പഠിപ്പിച്ചു, ഭാഷയിൽ ഇസ്മ ഫിയൽ ഹർഫ്. അപ്പോൾ ഇസ്മ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ ഇൻസ്റ്റാൾ ചെയ്ത പ്രക്രിയ ആയിരിക്കും. കാരണം സ്വർഗത്തിൽ മനുഷ്യർക്ക് ഭാഷേൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു കേവല ഭാഷ മതിയല്ലോ സ്വർഗത്തിൽ. സലാമുൻ സലാം എന്നൊക്കെ പറയുന്ന, അപ്പോൾ ഭാഷ ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കണം ആ പഠിപ്പിക്കൽ. അപ്പോൾ അല്ലമ ആദമൽ അസ്മാ, നടക്കുക എന്നുള്ളതിൻ്റെ പേരാണല്ലോ നടക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ അങ്ങനെ ഞാനതിങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ ഇമാം റാസി മറ്റോ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ഫേലുകളും തിന്നുക എന്നുള്ളതിൻ്റെ പേരാണല്ലോ തിന്നുക എന്നുള്ളത്, അതും കൂടി പഠിപ്പിക്കണമല്ലോ. പക്ഷെ പിന്നെ ഈ മലക്കുകൾക്ക് മുമ്പിൽ ഇത് പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്, വറള അലൈഹിം എന്നുള്ള. അപ്പോൾ ആ ക്രിയകൾ എങ്ങനെയായിരിക്കും പഠിച്ചോനെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാകാന്ന് എനിക്കൊന്ന് ഫുൾ ഇമേജാക്കി മാറ്റിയിട്ടുണ്ടാവും അല്ലേ ആഷിക്കേ? മൊത്തം കൺഫ്യൂഷനായി. ഏതായാലും അങ്ങനെയാണ് ഭാഷ തന്നത്. പക്ഷെ എന്നിട്ട് അതിൻ്റെ അടുത്ത കോണ്ടെക്സ്റ്റിൽ തന്നെ ഖുർആൻ പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് ആരാധനയ്ക്ക് ചെയ്യാൻ നമ്മളിവിടെ ആളുണ്ട്, എന്നിട്ട് ഇവരെ എന്തിനാണ് ഉണ്ടാക്കുന്നത്, ഈ പരിപാടി എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് തെളിയിക്കുന്നത്. പക്ഷെ മറുപടി പറയല്ല, മറുപടി പറയുന്നതിന് പകരം കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഇസ്മുകളെ മലക്കുകൾക്ക് പ്രദർശിപ്പിച്ചിട്ട് നിങ്ങൾക്കിത് എന്താണെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയില്ല. അപ്പോൾ ഇൻകുന്തും സാധ്യത എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നിയതാ, ഈ ഭൂമിയിലെ നമ്മുടെ പ്രാതിനിധ്യത്തിൻ്റെയും ഖലീഫയാണല്ലോ ഉണ്ടാക്കുന്നത്, അധിവാസത്തിൻ്റെയൊക്കെ ആവശ്യത്തിന് പടച്ചോൻ എക്സ്ട്രാ തന്നതാണ് വാക്കുകൾ. അല്ലെങ്കിൽ നമുക്ക് ഈ വാക്കിൻ്റെ ആവശ്യമില്ല, സ്വർഗത്തിൽ വിചാരിച്ചാൽ മതിയല്ലോ. ഭൂമിയിലെ ആവശ്യത്തിന് ആണ്, പിന്നെ പ്രത്യേകിച്ച് ഖിലാഫത്തിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ അവകാശത്തിനും അധിവാസത്തിനും വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഈ വാക്കുകളെന്നും നമുക്കതൊന്ന് പഠിച്ചു നോക്കണം ആഴത്തിൽ. അങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ ഭാഷയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈ ശോഭൻ കബായില എന്ന് പറഞ്ഞതിലുള്ള ഈ ഞാൻ വായിച്ച പ്രമണൂർ ടി മുഹമ്മദിൻ്റെ ആ കവിത, എസ് വി ഉസ്മാനിക്ക എഴുതിയ കുറേ കവിതകൾ, പി ടി അബ്ദുറഹ്മാൻ എഴുതിയ കുറേ കവിതകൾ, അതിനപ്പുറത്തേക്ക് മലയാള കവിതയിൽ വളരെ ശുഷ്കപ്രകൃതിയായിട്ടാണ് ഇപ്പോഴും മുസ്ലിം ജീവിതം ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ കഥയിൽ അങ്ങനെയല്ല. കഥയിൽ ബഷീർ ഉണ്ടായതുകൊണ്ട് തന്നെ പുനത്തിൽ ഇല്ല, എവിടെ ഉണ്ടായിട്ടില്ല. അതിങ്ങനെ സങ്കടമായി അവശേഷിക്കുകയാണ്. പക്ഷേ പോസ്റ്റ് ബാബരി മസ്ജിദ് പീരീഡിൽ
മറ്റേ ഓഷ്വിറ്റ്സിന് ശേഷം കവിതയില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ബാബരി മസ്ജിദിന് ശേഷം കവിത കൊണ്ടുള്ള ആറാട്ട് തുടങ്ങിയ അറബി കോളേജുകൾ മൊത്തം പിന്നെ മതം പഠിക്കുന്ന ആളുകളും കവികളായി മാറുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. പക്ഷേ കുറേ കുട്ടികൾ അതിഗംഭീരങ്ങളായ കവിതകൾ എഴുതുന്ന പുതിയ മക്കൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓലെയൊക്കെ നമ്മൾ കണ്ടെത്തി പിടിക്കണം തോന്നുന്നുണ്ട്. പലർക്കും ഒരു പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വേണ്ടത്ര ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഡയറക്ടറൊക്കെ ഉണ്ടപ്പോൾ കുറേ കുട്ടികളുണ്ട് മലയാള കവിതയിൽ നല്ല ഭാഷയും നല്ല ഭാവനയും നല്ല ഭാവുകത്വം ഉള്ളവർ. പക്ഷേ ഇതിനെങ്ങനെ ഒരു അജണ്ട വെച്ച് സെറ്റ് ചെയ്യാനൊന്നും ആവില്ല. എന്നാലും ഞങ്ങൾക്കൊന്നും കിട്ടിയ ചില സൗഭാഗ്യങ്ങൾ ഓൾക്ക് കിട്ടുന്നില്ല എന്നിങ്ങനെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതും കൂടി ഇവിടെ പറയാണ്. ഒരു കവിത കൂടെ വായിക്കാം. വലിയ അശുദ്ധികളെ നാം ഉയർത്തുന്നു. ഞാൻ നിന്നെ ഉമ്മ വച്ചതിനെക്കാട്ടിലും പല 1000 വട്ടം ഞാൻ നിന്നെ ഉമ്മ വച്ചിട്ടുണ്ട്. ഉള്ളതാണോ നോള്, ഉള്ളാലായിരുന്നെന്നോൻ. അവൻ ഞാനും അവൾ നീയുമാണ്. നീ ഹവ്വ, ഞാൻ ആദം. വിശന്നപ്പോഴെല്ലാം ഉള്ളു ചീഞ്ഞപ്പോഴെല്ലാം മദം പൊട്ടിയ നേരത്തെല്ലാം വിശിഷ്ട ഭോജ്യങ്ങൾ കാണെങ്കിലും ഞാൻ നിന്നെ ഉമ്മ വെച്ചു. വലിയ അശുദ്ധികളെ ഉയർത്തി. നിന്നെ ഉമ്മ വെക്കുമ്പോൾ ഉദിച്ച സൂര്യൻ 3-4 മുഴം ഉയർന്നു വരുന്നേരം മണിമല വെളിച്ചത്തിലേക്ക് കഴുത്തുപൊക്കി നിൽക്കുന്ന അതേ കാഴ്ച. കറിക്കു ചക്കക്കുരു നുറുക്കിയതിൻ്റെ നടുവിരലിൻ്റെ ഉച്ച നേരത്തുള്ള മോതിരമിട്ട അതേ ഒട്ടൽ. നീ പോറ്റുന്ന 2 മുയൽക്കുഞ്ഞുങ്ങളുടെ കുടുക്കഴിക്കും നേരത്തെ മുരിക്കിലമടുത്ത ഓട്ടം ഉച്ച തിരിഞ്ഞ്. ചപ്പുചവറുകളിട്ട കക്കുഴിയുടെ അടിവയറ്റിലേക്ക് വെട്ടുകല്ലിൻ്റെ അട്ടികൾ തുറന്ന മരവേരുകളുടെ താഴ്ച വൈകുന്നേരം. 14-ാം രാവ് ഇശാനിസ്കാരത്തിന് ഒളു അർപ്പിക്കുമ്പോൾ ചിതറിയ നിലാബിംബത്തിൻ്റെ കലക്കം രാത്രിയിൽ. നിന്നിലേക്ക് പ്രവേശിച്ച നേരത്തെ പാളം മാറിയ എൻ്റെ രാത്രി വണ്ടിയുടെ ഇടവിട്ട ചൂളം വിളി ഇടയ്ക്കിടെ. നിന്നെ ഉമ്മ വെക്കുമ്പോൾ ഞാൻ വലിയ അശുദ്ധികളെ ഉയർത്തുന്നു. നീ എന്നെ ഉമ്മ വെക്കുമ്പോൾ ഞാൻ വിശുദ്ധരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. എനിക്കായി കത്തിക്കപ്പെടുന്ന തീയടുപ്പിലെ വിറകുകൊള്ളികൾ നാം അന്നേരം കുത്തിക്കെടുത്തുന്നു. നാം അന്നേരം കഴിഞ്ഞ കാലത്തിൻ്റെയും വരുന്ന കാലത്തിൻ്റെയും ഇടക്കുള്ള സമയത്തിൻ്റെ ഒരു കണികയെ 4 ചുണ്ടുകളാൽ അരിച്ചെടുക്കുന്നു. ഉമ്മ വെക്കുമ്പോൾ പുറത്താക്കപ്പെട്ട സ്വർഗത്തിലേക്ക് നമ്മൾ മയക്കയാത്ര തുടങ്ങുന്നു. നീ ഹവ്വ, ഞാൻ ആദം. ഓരോ വാക്കുച്ചരിക്കുമ്പോഴും പരസ്പരം ചുംബിച്ചു പിരിയുന്ന മേൽച്ചുണ്ടിനെയും കീഴ്ച്ചുണ്ടിനെയും മലക്കു വന്നൊട്ടിക്കും വരേക്കും നീ എൻ്റെ യാത്രാ സഹായി. മാധവിക്കുട്ടിയെ കാണാൻ പോയിരുന്ന ആ സമയത്ത്, അവർ മുസ്ലിം ആയതിനു ശേഷം ഞങ്ങൾ പോയി കണ്ടൊരു സമയത്ത് കെ മൊയ്തു മൗലവിയുടെ മകൻ ബഷീർ മൊഹിയുദ്ദീൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരെ ഈ എസെൻഷ്യൽ ദിക്റുകളും ദുആകളും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് അതിനെക്കുറിച്ചാണ് അവർ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ 1-2 ദുആകൾ നിയത്തുകളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എന്തുമാത്രം കവിതകളാണെന്നുള്ള രീതിയിൽ കുറേ സംസാരിച്ചു. അന്ന് എന്തോ ഒരു അത് ഞാൻ മറന്നുപോയി. ഏതോ ഒരു ദിക്ർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്കത് അറിയായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ആ ദിക്ർ അവർക്ക് അറബിയിൽ ഇതിങ്ങ് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അറബി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടേതായ ഒരു മലയാളം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അതാണ് പറയുന്നത്. എന്നിട്ട് ഈ പടച്ചോന് എന്തിനാണ് അറബിയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അന്നാണ്
പിന്നെ ഈ നിയത്തുകൾ, ദിക്റുകൾ, ഇതിലൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പിന്നെ കവിത എന്ന ആലോചന വന്നത്. ഈ വലിയ അശുദ്ധിയെ നാം ഉയർത്തുക, ചെറിയ അശുദ്ധിയെ നാം ഉയർത്തുക എന്നുള്ളത് സുന്നി മദ്രസയിൽ പഠിച്ച ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന നിയ്യത്താണ്. എനിക്കൊന്ന് വേറെ മദ്രസയിൽ അങ്ങനെ നിയ്യത്തൊന്നും ഇല്ല. കുറച്ച് മുമ്പ് ഇങ്ങനെ നിയ്യത്തിൻ്റെ കാര്യമൊക്കെ ഉമ്മാനോട് പറഞ്ഞപ്പോൾ പിന്നെ ഈ ഹൈലായിട്ട് കുളിക്കുന്നതിൻ്റെ നിയ്യത്ത് എനിക്ക് ഉമ്മ പറഞ്ഞു തന്നു. എൻ്റെ അടുത്തുണ്ട്, അത് ഇപ്പോൾ കയ്യിലില്ല, എൻ്റെ വോയിസ് ടെക്സ്റ്റ് ഉണ്ട്. അത് ദീർഘമായ നിയ്യത്താണേ. അതിൽ ഫാത്തിമ ബീവി കുളിച്ചതും ഖദീജ ബീവി കുളിച്ചതും പിന്നെ താളി ഉണ്ടാക്കിയതും ഒക്കെ പറയുന്ന ഒരു നീണ്ട നിയ്യത്താണ് ഈ കുളിക്കുന്നതിന് മുമ്പ് വെക്കുന്നത്. പിന്നെ ഏതൊക്കെ ഉസ്താദുമാർ വന്നിട്ട് അത് ഭയങ്കര മോശമാണ്, അത് അങ്ങനെ വെക്കരുത് എന്ന് പഠിപ്പിക്കുന്നത് വരെ ഓലൊക്കെ അങ്ങനെ അതായിരുന്നു നിയ്യത്ത് വെച്ചിരുന്നതെന്ന് പറഞ്ഞ് കുളിക്കുമ്പോൾ. അപ്പോൾ ഒരു വി ഷാജിയൊക്കെ എഴുതിയ കവിത പോലത്തെ ഒരു നിയ്യത്ത്, കുളിയുടെ നിയ്യത്ത് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഈ നിയ്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പോലും ആ കവിത അതിഗംഭീരമാണ്. കാരണം ഖദീജ ബീവിയും ഫാത്തിമ ബീവിയൊക്കെ അതിൽ വരുന്നുണ്ട്. ഇങ്ങനെ പൂമുത്തായ ബീവി ഫാത്തിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഭയങ്കര റിദ്ധമുള്ള ഒരു സാധനമാണ് ആ നിയ്യത്ത്. അപ്പോൾ അന്ന് ഈ പക്ഷിപ്പാട്ടൊക്കെ ഇനി പാടരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായ ഫത്വകൾ വന്നില്ലേ. അപ്പോൾ അതൊക്കെ ഉമ്മ പറഞ്ഞ് ആ കാലത്ത് വന്നിട്ടുള്ള കുറേ പുതിയ ഉസ്താദുമാർ വന്നിട്ട് അത് വെക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമ്മക്ക് പറയാം, എനിക്കത് പറഞ്ഞുതരാം. ഉമ്മക്ക് ഭയങ്കര പേടി, ഇത് പറഞ്ഞാൽ എന്തോ കുറ്റമായി പോകുമെന്നുള്ളത്. എന്നിട്ട് ഞാൻ പിന്നെ നിർബന്ധിച്ചിട്ട് കുറച്ച് പൈസയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ നിയ്യത്ത് രണ്ടാമത് സംഘടിപ്പിച്ചത്. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമ്മളെ പരിപാടികളിൽ എല്ലായിടത്തും ഈ കവിത ഉണ്ടായിരുന്നു, പോയട്രി ഉണ്ടായിരുന്നു. അതിനെ ആര് തുരത്തി എന്നുള്ളതാണ്. ഞങ്ങൾ സുന്നത്ത് ജമാഅത്താണ് കുറച്ചെങ്കിലും ഇതിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്. പി ടി അബ്ദുറഹ്മാനെ കുറിച്ച് ഒരു പുസ്തകം അങ്ങനെ പതുക്കെ ഉണ്ടായി വരുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്, പക്ഷേ മടി കൊണ്ടാണ് പിന്നെ അത് പെട്ടെന്ന് ആവാത്തത്. എന്തായാലും എനിക്ക് ഒരു പുസ്തകത്തിന് ആദ്യം പേരിട്ടാലേ സെറ്റാവുള്ളൂ. പേരിട്ടിട്ടുണ്ട്, വരിയായി എന്നാണ്. ഇറങ്ങി സാഹിത്യ അക്കാദമി ഇറക്കി. പാട്ട് തീരെ ഇല്ല. 10 പാട്ടേ ഉള്ളൂ. 10 പാട്ടേ ഉള്ളൂ ആകെ. ഒരു സമാഹാരവുമില്ല, ഒരു സമാഹാരത്തിലെ കവിതകളും അതിലില്ല. അവക്കങ്ങ് കിട്ടിയോ? ആണേ. മരിച്ചു, ഇപ്പം അടുത്തങ്ങനെ മരിച്ചു. ഇനിയെന്താ പറയണ്ടേ? അല്ല പി ടിൻ്റെ അനുഭവമാണ്. പി ടി നമുക്ക് ഹലാബത്തുൽ ഈമാൻ തന്നല്ലോ. അത് എഴുതി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ജീവചരിത്രമൊക്കെ എഴുതാൻ നോക്കുമ്പോൾ അത് വലിയ
എന്താ പറയുക, ഒന്നാമത് കുറേ ഒന്നും കാര്യങ്ങൾ കിട്ടാനില്ല. ആ പുന്നൂർക്കുളം ബാബു സാഹിബിനെ പറ്റി പുസ്തകം ഇല്ലേ ഇപ്പോൾ ഓൾറെഡി? ഇല്ല. ആ അതെ. ആ ആ പീട്ടിൻ്റെ പാട്ടുകളല്ലേ, പാട്ടുകളുടെ അവകാശം. ആ ഹാ 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 മുഹ്സിനെ ഇങ്ങോട്ടോ, കം 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 കം. ഒരു ഗസല് ഇവിടെ ഇവിടെ പോലെ പോലെ പോകാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് പൂർത്തിയാക്കുമോ? ഇവൻ്റെ ഭാര്യയില്ലേ നൂറ, ഓള് കുറേ ഗസലുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്നും അവനിപ്പോൾ പാടും. പക്ഷെ എനിക്കൊരു ഗ്യാപ്പ് ഇട്ടനാ, ഈ വെട്ട് വാ. മൈക്ക് തരും യെസ്, മൈക്ക് തരും. മുഴുവനാക്കിക്കോ. ഇല്ല, അത് പറ്റില്ല. എനിക്കിനിയും പറയാനുണ്ട്. ഞാനിങ്ങനെ അത് പറഞ്ഞിട്ട് കുറേ സമയം എടുക്കല്ലോ എന്നുള്ള ആലോചനയിലാണ് പലതും ഇങ്ങനെ അതങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ബേജാറായി. ഈ ആൾക്കാരെ കണ്ടിട്ട് ഞാൻ വരുമ്പോൾ തന്നെ ബേജാറായി. നോക്കട്ടെ. പറയാം. പാട്ടുകളും കവിതകളും ഒക്കെ നമ്മുടെ മതസംഘടനകൾ ഒരിക്കപ്പോൾ പിന്നെയും സുന്നികളാണ് വെച്ചത് ആലോചന. ഞാനിപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളൊരു മാപ്പിളപ്പാട്ട്, ഒരു കവിത, അതൊക്കെ മദ്രസാ പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കാത്ത ഓരോ ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തെ സർഗാത്മകമായ കാര്യത്തിൽ കുട്ടികൾക്ക് ഒരു പ്രചോദനവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ഉണ്ടാകും. ഒരു ജമാഅത്ത് കുട്ടികളോടൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് പിടിയിരിക്കുന്നു. CIC മറ്റേ പേര് അർത്ഥക്കാരും പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു. ഞാനിപ്പോൾ കുറേ വഫിയകളുമായിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അവരോട് ഞാൻ കുറേ അങ്ങനെ അതൊക്കെ പറഞ്ഞേ. ഓ ആ ആ അതിൻ്റെ ഏറ്റവും അന്നയും റസൂലും അത് ഞാൻ ഈ മട്ടാഞ്ചേരിയിലെ പാട്ടുകൾ എനിക്ക് അയച്ചു തന്നിട്ട് ഈ മട്ടിലുള്ള പാട്ട് എന്ന് പറഞ്ഞു. അപ്പം ആ മട്ടിലുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ അറബി മലയാളം പാട്ടാണ്. ഞാൻ അറബി മലയാളത്തിൻ്റെ മട്ടോ കമ്പിയോ കഴുത്തോ ഒന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പം ഇവരിങ്ങനെ വീണ്ടും വീണ്ടും പറയും. അവസാനം പിന്നെ അജയ് ഒരിക്കൽ എൻ്റെ അടുത്ത്, ഞാൻ ഗൾഫിലാണ് ആ സമയത്ത്, അപ്പോൾ അജയ് എന്നോട് പറഞ്ഞേ, നീ എന്താ പാട്ട് കൊടുക്കാത്തത്? സിനിമയിലൊക്കെ ഒരു അവസരം കിട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നിനക്കിങ്ങനെ നിന്നോട് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടല്ലേ, അത് നീ കാര്യമായിട്ട് എടുക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഇത് വർക്കാകുന്നില്ല. എനിക്കിത് പാട്ട് എന്നുള്ളത് എൻ്റെ ഒന്നാമത് പാട്ട് കേൾക്കാന്നല്ലാതെ പാട്ട് മൂളാനുള്ള പോലും ഒരു ഷഹബാസ് തന്നെ ചെയ്ത്. ആ അപ്പോഴാണ് പിന്നെ അവസാനം ഇങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പം പിന്നെ എനിക്ക് നല്ലൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു സാറിൽ പഠിക്കുമ്പോഴുള്ള കുരുത്തക്കെട്ടിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഓളെയൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങി.
സത്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ധാരാളം കത്തുകൾ എഴുതുമായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഞാൻ എന്നേക്കാൾ നല്ലൊരു എഴുത്തുകാരിയൊക്കെ ആവുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ ഞങ്ങൾ കത്തുകളിൽ ഞങ്ങൾ നടത്തിയിരുന്ന അഭിസംബോധനയാണ് ഈ ദമ്മിലൂനി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ ഈ മതം പഠിക്കുക, നമ്മൾ ഉസ്താദുമാർ പഠിപ്പിക്കുന്നതൊന്നും അല്ലല്ലോ ശരിക്കും ദീന്. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പെണ്ണുങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വളരെ മോശമായിട്ടല്ല മനസ്സിലാക്കുക, ഫിഖ്ഹൊക്കെ പഠിപ്പിച്ചിട്ട്. അപ്പം ഫിത്തിന വയക്കണം എന്നല്ലേ നമ്മളിങ്ങനെ നിരന്തരം പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവരെ ഭയങ്കര അപ്പം ഒരു സ്ത്രീ നമ്മളോട് നേർക്കൊന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പള്ളിദർസിലും അറബി കോളേജിലൊക്കെ പഠിച്ച എല്ലാവരുടെയും മുട്ട് വറക്കാൻ തുടങ്ങും. ഇതാണ് ഈ ഫിത്തിനേൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സാഹിത്യം വായിക്കുന്നതുകൊണ്ട് പ്രേമിക്കും വേണം. അങ്ങനെയാണ് തുറക്കൊഴിയാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പം കത്തെഴുതല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ലാനോ. അപ്പം ധാരാളമായിട്ട് കത്തെഴുതും. അപ്പം പക്ഷെ അവളും നന്നായി വായിക്കുന്നു മാത്രമല്ല നന്നായി ആലോചിക്കുകയും ചെയ്യും. ഞാൻ പിന്നെ കുറേ ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട് അവരുടെ പേരിൽ. അപ്പം അവരുടെ പേര് കുഞ്ഞാമീന്നാന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ MY കുഞ്ഞാമി എന്നിട്ടിട്ട് മൈ കുഞ്ഞാമിയാണ്. കുറേ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പർദ്ദയും പാദസരവും, മുൻകൈയും മുഖവും, ഇതൊക്കെയാണ് ആ ലേഖനത്തിൻ്റെ ടൈറ്റിലുകൾ. അപ്പോൾ അവൾ പറയുന്ന ആശയങ്ങളിൽ നിന്ന് പൊട്ട ഇതൊന്നുമല്ല ഞങ്ങൾ എന്ന് ഓള് പറയുന്നതിൽ നിന്ന് ഞാൻ അതിന് പറ്റിയ ആയത്തും ഹദീസൊക്കെ തപ്പിയെടുത്തിട്ടുള്ള ചില ലേഖനങ്ങളൊക്കെ ആ സമയത്ത് എഴുതിയിട്ടുണ്ട്. 1-2 എഴുതിയിട്ടുണ്ട്. അതിലൊരിക്കൽ KN ഈ പർദ്ദയും പാദസരവും എന്നുള്ള ലേഖനം വന്നപ്പോൾ KN എന്നോട് ചോദിച്ച് ഈ കുട്ടി ഏതാന്ന്. ഞാൻ പറഞ്ഞ അലിഗഡിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ നമ്പർ വാങ്ങിച്ചിട്ടാന്ന്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കത്തെഴുതുമ്പോൾ. അതിൽ വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു സാധനമാണ് ദമ്മിലൂനി. അത് നമ്മളാ സീറ പഠിക്കുന്ന സമയത്ത് തന്നെ ആ വാക്ക് അതിഭീകരമായിട്ട് തലച്ചോറിൽ കയറിപ്പോയിട്ടുണ്ട്. ഞാൻ പറയാം. അങ്ങനെ ഞാനന്ന് സജിനയും കുട്ടികളും അബുദാബിയിലാണ്. കുട്ടിയേ ഉള്ളൂ. ഞാൻ ദുബായിലുമാണ് ജോലി ചെയ്യുന്നത്, ചന്ദ്രികയിൽ. അപ്പോൾ ഹോർലാൻഡ്സിൽ ഒരു ഒറ്റ മുറി എന്ന് പറഞ്ഞിട്ട് ഇവനൊക്കറിയാം, ഞങ്ങൾക്കൊരു സിംഗിൾ റൂമുണ്ട്. അതൊക്കെ ഭയങ്കര ജീവിതത്തിൻ്റെ രസങ്ങളാണ് അതൊക്കെ. ഒരു അറബി നമ്മളെ അവിചാരിതമായി പരിചയപ്പെട്ട് അങ്ങനെ അറബി അറിയാൻ തന്നെ. അങ്ങനെ അയാൾക്ക് എന്തോ വിശ്വാസം തോന്നിയിട്ട് അയാൾ പറഞ്ഞു, എൻ്റെ മക്കൾ ഫുള്ള് കള്ളന്മാരാ, മൊത്തം എൻ്റെ ബിസിനസ്സിൻ്റെ കണക്ക് നിങ്ങൾ നോക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് ഒരു റൂം ഞങ്ങൾക്ക് തന്ന് 5-6 വർഷം ഞങ്ങൾ വാടക കൊടുക്കാതെ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിൽ ഹോർലാൻഡ്സിൽ താമസിച്ച്. പഠിച്ചവൻ്റെ കള്ളാണ്. അവസാനം അയാൾ മരിച്ചിട്ട് പിന്നെ മക്കൾ പിന്നെ മൈനർ മേജർ ആകുന്നത് വരെയുള്ളൊരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡ് ഞങ്ങൾക്ക് അത് കിട്ടി. പിന്നെയാണത് റൂം പോയത്. വന്നാൽ അവിടെയാണ് താമസം. അപ്പോൾ ഈ മുത്തു എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഖൈറുദ്ദീൻ. അവൻ എപ്പോഴും ഇങ്ങനെ പറയും ആ പാട്ട് ചെയ്ത്. അപ്പോൾ രാത്രിയൊക്കെ ഇങ്ങനെ കുതിര കളിച്ച് നടക്കുമ്പോൾ ഹോർലാൻഡ്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു കുറ്റിച്ചിറ സ്ഥലമല്ലേ. അപ്പോൾ ഓന് ആ പാട്ട് ചെയ്താൽ നോക്കുന്ന ഓനിങ്ങനെ പറയും ചെയ്യും. അങ്ങനെ പിന്നെ ഒരു ദിവസം തന്നെ പറഞ്ഞ് എനിക്ക് അവളൊക്കെ വിചാരിക്കും എന്നാലും സെറ്റാവുന്നു. അങ്ങനെയാണ് ദമ്മിലൂനിമ കയറിയത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ അജ്മീർ എന്നൊക്കെ ഇവർ വരില്ലേ, നമ്മളെ ഖലീഫമാർ വരുമല്ലോ, എന്നിട്ട് ഓലിങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മുട്ടിപ്പാടുമല്ലോ, ചെറിയ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എൻ്റെ പാട്ടുമായിട്ട് എൻ്റെ ആകെയുള്ളൊരു ബന്ധം എന്നുള്ള നിലക്ക് അതാണ് എൻ്റെ മെമ്മറിയിലേക്ക് പിന്നെയും വന്നത്.
അങ്ങനെയാണ് കിസ്സകളിൽ ഇഷ്കിൻ്റെ അജബുകൾ ഓതിയ ഔലിയ പറഞ്ഞില്ല മൗത്താണ് മുഹബത്ത് എന്നുള്ള വാക്കിലേക്ക് വന്നത്. അപ്പോൾ രാജീവേട്ടൻ പറഞ്ഞത് മൗത്തും പ്രണയം വേണം, മരണം വേണം, വിരഹം വേണം, ഇതൊക്കെ വേണം. പിന്നെ മൂപ്പരുടെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ ഇതിങ്ങനെ വിസ്തരിച്ചൊന്നും പറഞ്ഞൊന്നും തരില്ല. നീ നിൻ്റെ പണിയെടുക്കുക, അത് സെറ്റാവും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഭാഷ ഇതാണല്ലോ. അപ്പോൾ ഞാനങ്ങ് തീരുമാനിച്ചു ഇതാണ് ആ ഭാഷ എന്ന്, അറബി മലയാളം ഇതാണ്. അല്ലാണ്ട് അപ്പം താളമൊന്നും പ്രശ്നമല്ല, അത് നീ കവിത എഴുതുന്നല്ല അതുപോലെ എഴുതിക്കുമെന്ന് അൻവർക്ക് അങ്ങനെ പറയും ചെയ്യും. അങ്ങനെയാണ് ഏകദേശം ഒരു മൗലൂദിൻ്റെ ഒക്കെ ഒരു താളമാണ്. കിസ്സകളിൽ ഇഷ്കിൻ്റെ അജബുകൾ ഓതിയ ഔലിയ പറഞ്ഞില്ല. ഔലിയ എന്ന് ഞാൻ മാറ്റിയതാണ് മീറ്ററിന് വേണ്ടിയിട്ട്. ശരിക്ക് ഖലീഫ പറഞ്ഞില്ല എന്നായിരുന്നു. ഖലീഫ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും എന്നുള്ളൊരിത് വന്നിട്ട് ഔലിയ പറഞ്ഞില്ല മൗത്താണ് മുഹബത്തെന്ന്. അപ്പോൾ ലവ് ഈസ് ഡെത്ത് എന്നുള്ളത് അതിൻ്റെ മുമ്പ് എപ്പോഴോ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്നുള്ളത് പിന്നെ മനസ്സിലായി. അന്ന് ഇത് മനസ്സിലായിട്ടൊന്നുമില്ല. ആലമിൽ ഇരവും പകലും ആപത്തിൻ്റെ തിരപൊന്തും ബഹറ് മുഹബത്ത് എൻ്റെ കൽബോ മുസീബത്ത്. പിന്നെന്തേനും പിന്നെ ഞാൻ തന്നെ മറന്നുപോയി. ഇതിലുണ്ട്. ഞാൻ റഷീദ് ഇതെന്താണെന്ന് വെച്ചാൽ മട്ടാഞ്ചേരിയിൽ നിന്ന് ഫാദുവാസിൽ പൊന്നാനിയിലേക്ക് വരികയാണ്. അപ്പം പൊന്നാനീൻ്റെ ഭൂപ്രദേശം വേണമെന്നാണ് ഈ പാട്ടിൽ. മരണവും പ്രണയവും വിരഹവും മരണവും വേണം, പിന്നെ പൊന്നാനീൻ്റെ ഭൂപ്രദേശവും പാട്ടിൽ വേണമെന്നാണ്. അപ്പോൾ അത് പിന്നെ മക്ബറ എന്നുള്ളതിൽ പിന്നെ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ സത്യത്തിലേ ഒരു 3 മാസം ഈ പാട്ടൊന്നും എഴുതാൻ പറ്റിയില്ലേ. പക്ഷേ ഇത് എഴുതിയ ഒറ്റ രാത്രി ഉണ്ടാവും. ഒറ്റ രാത്രി എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോഴത്തേക്കും പാട്ട് സെറ്റ്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് അതിനെ അയച്ചു കൊടുത്ത്. അപ്പോൾ ഇത് അർഹിക്കുന്ന എന്തോ ഒരു ഇംഗ്ലീഷിലാണ് മറുപടി. അത് കമ്പോസ് ചെയ്യപ്പെട്ടാൽ ഇതൊരു മഹാസംഭവമായിരിക്കുമെന്ന്. ഈ പാട്ടും ഇത് ഞാൻ കടന്നുറങ്ങി. കാരണം എനിക്ക് 3 മണിക്ക് ഓഫീസ് പോയാൽ മതിയല്ലോ ചന്ദ്രികയിൽ. അപ്പം അവൻ്റെ മറുപടി അതായിരുന്നു, ഇത് പേടിക്കണ്ട പൊട്ടേന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിലാവിൻ്റെ കിബറു കൂട്ടും എൻ്റെ ഹൂറി. ഈ നിലാവ് ഇവളോട് മത്സരിച്ച് ജയിക്കണമെങ്കിൽ നിലാവ് കിബറു കൂട്ടണം എന്നൊക്കെ ഉള്ള ഒരു കളി കളിച്ചതാണ്. ഇതൊക്കെ കവിതയിൽ എല്ലാവരും കളിക്കുന്ന പരിപാടികളാണ്. മോയിൻകുട്ടി വൈദ്യരൊക്കെ ഇഷ്ടംപോലെ കളിച്ചിട്ടുള്ള. നിലാവിൻ്റെ കിബറു കൂട്ടും എൻ്റെ ഹൂറി, അക്കരെ നിൻ്റെ കാനോത്ത്, ഇക്കരെ നമ്മുടെ മുഹബത്തിൻ്റെ മയ്യത്ത്, എൻ്റെ കൽബതിൻ്റെ മക്ബറ എന്ന് പറയുന്നത്. അപ്പോൾ മക്ബറയൊക്കെ വന്നതോടുകൂടി വലിയ ഹാപ്പിയായി. സിനിമൻ്റെ ഈ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് സമയം കഴിയാറായപ്പോഴാണ് ഞാനത് കൊടുക്കുന്നത്. സിനിമയ്ക്ക് ശരിക്ക് മ്യൂസിക് ചെയ്ത് വേറൊരു ആണ് തമിഴിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഷഹബാസ് പാടുമ്പോൾ ഷഹബാസ് തന്നെ ട്യൂൺ ചെയ്ത് ഷഹബാസ് തന്നെ പാടി. ഷഹബാസ് ട്യൂൺ ചെയ്ത് ഷഹബാസ് കയ്യിൽ ഈ എൻ്റെ കൽബ് മുസീബത്ത് എന്ന് ഞാൻ എഴുതിയതാണെങ്കിൽ കൽബോ മുസീബത്ത് എന്നൊക്കെ ഉള്ള അങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി. പാട് ഹലോ. ആരെഴുതും കിസയിലെ ആര് മൂളിയ ഗസലിലെ ആര് തുന്നും ലിബാസിലെ ആരംഭപ്പൂവാണ് നീ. ആരെഴുതും കിസയിലെ ആര് മൂളിയ ഗസലിലെ ആര് തുന്നും ലിബാസിലെ
ആരംഭപ്പൂവാണ് നീ. കാറ്റ് മുത്തും മുടിയില്, താരം തോൽക്കും കണ്ണില്, മുന്തിരിച്ചാർ കവിളില്, മധുര കള്ള് ചൊടിയില്. കാറ്റ് മുത്തും മുടിയില്, താരം തോൽക്കും കണ്ണില്, മുന്തിരിച്ചാർ കവിളില്, മധുര കള്ള് ചൊടിയില്, ആരെഴുതും കിസയിലേ. നീ നടക്കും വഴിയില് ചെമ്പകപ്പൂ പൂക്കണ്, നിൻ വിരൽ താളത്തില് ജിന്ന് നൃത്തമാടണ്. നീ നടക്കും വഴിയില് ചെമ്പകപ്പൂ പൂക്കണ്, നിൻ വിരൽ താളത്തില് ജിന്ന് നൃത്തമാടണ്. ആര് മൂളിയ ഗസലിലേ. കൂട് ഞാനൊരുക്കണ്, കിനാവ് തേച്ച് മിന്നണ്, നിലാവ് പാത്ത് വെക്കണ്, അത്തറ് പുരട്ടണ്. കൂട് ഞാനൊരുക്കണ്, കിനാവ് തേച്ച് മിന്നണ്, നിലാവ് പാത്ത് വെക്കണ്, അത്തറ് പുരട്ടണ്. ആര് തുന്നും ലിബാസിലേ. കാത്ത് കാത്ത് നിക്കണ്, കൽബ് ദഫ് മുട്ടണ്, മണിയറവാതിൽക്കല് മുല്ലമാല തൂക്കണ്. കാത്ത് കാത്ത് നിക്കണ്, കൽബ് ദഫ് മുട്ടണ്, മണിയറവാതിൽക്കല് മുല്ലമാല തൂക്കണ്. ആരംഭപ്പൂവാണ് നീ. ആരെഴുതും കിസയിലെ, ആര് മൂളിയ ഗസലിലെ, ആര് തുന്നും ലിബാസിലെ, ആരംഭപ്പൂവാണ് നീ. ഞാനെഴുതും കിസയിലെ, ഞാൻ മൂളിയ ഗസലിലെ, ഞാൻ തുന്നും ലിബാസിലെ, ആരംഭപ്പൂവാണ് നീ. താങ്ക് യു. ഭാര്യ എഴുതിയ ഗസല് ഭർത്താവ് പാടുന്നതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് ഈ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്. ഈ കവിത കിട്ടിയ വലിയൊരു ആനുകൂല്യം എന്താണെന്ന് വെച്ചാൽ, ഈ കവിത നമ്മളെ ഇ.പി. രാജഗോപാലൻ മാഷിന് ഭയങ്കര ഇഷ്ടമായി. മൂപ്പര് ഈ കവിതയെക്കുറിച്ച്, മലയാളത്തിലെ പുതു കവിതയെക്കുറിച്ചുള്ള അതിഗംഭീരമായ ഒരു പ്രബന്ധം ഈ കവിതയെ മുൻനിർത്തി എഴുതി. അതെൻ്റെ ജീവിതത്തിൽ ഒട്ടും ഒരു ചിലവുമില്ലാതെ കിട്ടിയ വൻ ലാഭങ്ങളിലൊന്നാണ്. മൂപ്പര് ദേശാഭിമാനി വാരികയിൽ മലയാളത്തിലെ പുതു കവിതയെക്കുറിച്ച് ഒരു ലേഖനം എഴുതി. കവിതയുടെ ഉരക്കടലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിരുന്നു. അപ്പോൾ അത് ഇ.പി. രാജഗോപാലൻ ഈ കവിത എങ്ങനെയോ വായിക്കാനിടയായി. ബ്ലോഗിൽ നിന്ന് ആരോ എടുത്ത് അയച്ചു കൊടുത്തതാണ്. അങ്ങനെ മൂപ്പര് ഈ കവിതയെ മുൻനിർത്തിയിട്ട് ഈ കവിതയുടെ ടെക്സ്റ്റ് മൊത്തം പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയിൽ ഒരു ദീർഘമായ ലേഖനം എഴുതി മലയാളത്തിലെ പുതിയ കവിതയെക്കുറിച്ച്. മലയാളത്തിലെ പുതിയ കവിതയുടെ എല്ലാ ലക്ഷണങ്ങളും ഇതിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെന്നെ അങ്ങ് കയറ്റി വിട്ട്. ഞാനിതൊന്നും അറിയുന്നില്ല. അങ്ങനെ അബുദാബിയിൽ അഷ്റഫ് ചമ്പാട് എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര സഹൃദയനായ മനുഷ്യനുണ്ട്. ഇയാൾ എൻ്റെ ബ്ലോഗ് കണ്ട കാലം മുതൽ എന്നോട് പറയും കവിത പുസ്തകമാക്കണം എന്ന്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഒരു സാധു മനുഷ്യനാണ്. ഇപ്പോൾ റിട്ടയറായിട്ട് കണ്ണൂർ ചമ്പാടുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞ് എന്തായിന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പുസ്തകം മാതൃഭൂമി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞ് വലിയ ഒന്നും ആലോചിക്കാനില്ലല്ലോ, ഇ.പി. രാജഗോപാലൻ നിന്നെക്കുറിച്ച് എഴുതിയ ആ പഠനം അങ്ങ് കൊടുത്താൽ മതിയല്ലോ എന്ന്. എന്ത് ഇ.പി. രാജഗോപാലൻ, ഞാനൊന്നും സംഭവം അറിഞ്ഞിട്ടില്ല. അങ്ങനെ അഷ്റഫ് പറഞ്ഞു ഇത് ദേശാഭിമാനിയിലാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
നെറ്റിൽ ഫുള്ള് തിരഞ്ഞ് ഈ എവിടെയെങ്കിലും ഇങ്ങനെ എൻ്റെ പേര് ഏതായാലും എൻ്റെ പേരുണ്ടാവുമല്ലോ, ഒരു സ്ഥലത്തുമില്ല. അങ്ങനെ അവസാനം ദേശാഭിമാനിയിൽ വിളിച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ അയാളോട് പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എടുത്തു തരാമെന്ന് പറഞ്ഞ ആൾ ഇതിൻ്റെ ടൈറ്റിൽ പറഞ്ഞു തന്നെ, കവിതയുടെ ഒരക്കടലാസ് എന്നുള്ള. എന്നിട്ട് അയാൾ പിന്നെ തരാൻ മെയിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനിത് കവിതയുടെ ഒരക്കടലാസ് എന്ന് ഈ നെറ്റിൽ തടിച്ചപ്പോൾ വർക്കേഴ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് അന്നൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു, ഏതോ ഒരു ടീം ചെയ്യുന്നത്, അതിലിത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ലേഖനം കിട്ടി. അങ്ങനെ പിന്നത്തെ ലീവിന് ഞാൻ മാഷെ കാണാൻ പോയിരുന്നു, ഈ പി രാജഗോപാലൻ മാഷ്. അപ്പോൾ എന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ പോയി. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എനിക്കിത് ആരാന്ന് അറിയില്ല. ഞാനും കുറേ അന്വേഷിച്ചപ്പോൾ ഒരു കണക്ഷൻ കിട്ടിയില്ല, പിന്നെ ഞാനങ്ങ് വിട്ടുപോയി. സാൻഡ് പേപ്പർ. പെങ്ങൾക്ക് കല്യാണം നിശ്ചയിച്ചതോടെ ചുമരുകളാകെ വെള്ള വലിപ്പിക്കുകയാണുപ്പ. പെങ്ങൾക്ക് കല്യാണം നിശ്ചയിച്ചതോടെ ചുമരുകളാകെ വെള്ള വലിപ്പിക്കുകയാണുപ്പ. വാതുക്കലെ കട്ടിള ഉരച്ച് വെളുപ്പിക്കുകയാണുമ്മ. ഓഫീസിലേക്കൊരുങ്ങുന്ന എനിക്കും കാണാം തെളിഞ്ഞു വരുന്നുണ്ട് കട്ടിളപ്പടിയിൽ മൂത്ത പെങ്ങളുടെ മൂക്ക് പിഴഞ്ഞ് കൊന്തലയിലും ചുമരിലും വിരൽ തുടച്ച മൂക്കട്ടയുടെ ബാക്കി. പരമേശ്വരനാശാരി തട്ടിച്ച മുഴക്കോലിൻ്റെ വക്ക്. നാട്ടുകാരുടെ ഊരവേദനക്ക് മുത്തുമ്മ കാച്ചിയ തൈലങ്ങളുടെ മണം. എളാപ്പ കുവൈത്തുനിന്ന് വന്നെന്ന് ചവച്ചു തുപ്പിയ സ്റ്റിക്കർ മുട്ടായികളുടെ പശ. ഉപ്പാപ്പയെ പുറത്തേക്കെടുക്കുമ്പോൾ ഉമ്മാമ യുതിർത്ത നെടുവീർപ്പുകളുടെ കനം. ഉരക്കുകയാണ് ഉമ്മ, തെളിഞ്ഞ് മായുകയാണ് ഓരോന്ന്. തേപ്പുകാരുണ്ട് ചോദിക്കുന്നു, സാൻഡ് പേപ്പർ ഉണ്ടോ? അതുമാത്രം ഓൻ മറന്നതെന്തെന്ന് ഉമ്മ ഉറക്കെ ഉരച്ചു നോക്കുന്നുണ്ട് എന്നെ. ഉരക്കടലാസ് മതിയെങ്കിൽ ഇതാന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് അവരെ. തേപ്പുകാരുണ്ട് ചിരിച്ച് ഉമ്മാൻ്റെ കയ്യിലെ സാൻഡ് പേപ്പർ വാങ്ങി ജനലുകൾ ഉരക്കുന്നു. ഏകദേശം ഇതാണ് എൻ്റെ ഒരു ലോകം. കുട്ടികളൊക്കെ പിന്നെ ആമി ഒരു ഭാഗത്തു നിന്ന് കീ, ആച്ചി ഒരു ഭാഗത്തു നിന്ന് പൂ എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ കവിത പോയി. വല്യപ്പയും വല്യമ്മയൊക്കെ ഉള്ളൊരു ലോകത്തെ നമുക്ക് കവിതയൊക്കെ എഴുതാനാവുള്ളൂ. മക്കളുണ്ടെങ്കിൽ അബുദാബിയിൽ നിന്നൊന്നും അത് പറ്റൂല. സത്യത്തിൽ ഈ കവിത എന്ന് പറയുന്നത് വളരെ പോസസീവായൊരു കാമുകിയെ പോലെയാണ്. ഓൾ വരുമ്പോൾ ഓളെ തന്നെ നോക്കി നിൽക്കണം. വേറെ എന്തിനെ നോക്കിയാലും ആരെ നോക്കിയാലും ഓളപ്പം ഇറങ്ങിപ്പോയി കളയും. പണ്ട് ഉറങ്ങുന്ന സ്ഥലത്ത് പിന്നെ ദുബൈയിൽ ജോലി ജീവിച്ചിരുന്ന കാലത്ത് സജന അബുദാബിയിലും ഞാൻ ദുബൈയിലുമായിട്ട് കുറേ കാലം ജീവിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഉറങ്ങുന്ന സ്ഥലത്ത് ഒരു നോട്ട്ബുക്കൊക്കെ വെച്ചാൽ കവിതനെ പിടിച്ചു വെക്കാൻ പറ്റും. പിന്നെ കുട്ടികൾ വലുതാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ എഴുതുന്ന മഹത്തായ കവിതകൾ എൻ്റെ മക്കളാണ്. അസ്സലാമു അലൈക്കും. കഴിഞ്ഞിട്ടില്ല, ശരി, രക്ഷപ്പെട്ട് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ. പിന്നെ സാധാരണ ഈ മൈക്കും ഇവിടെയുള്ള സംവിധാനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ഈ ബൗദ്ധിക ചർച്ചകൾ മാത്രം, രാഷ്ട്രീയം, വളരെ കലുഷിതമായ ഭാഷകൾ, അത്തരത്തിലുള്ള ഗഹനമായ വാക്കുകൾ അത് മാത്രം കേട്ട് പരിചയമുള്ള ഈ ഒരിടത്ത് വളരെ മൃദുലമായ വാക്കുകൾ കൊണ്ട് ആണ് ഇവിടെ ഇതിനൊരു അഭിഷേകം ചെയ്യുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറേ കവിതകൾ റഫീഖ് വായിച്ചു. റഫീഖ് എന്ന് വിളിക്കണോ ഉമ്പാച്ചി എന്ന് വിളിക്കണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഉമ്പാച്ചി അതെ, ജന്മം തന്നെ ഒരു പ്രശ്നം സൃഷ്ടിക്കലാണ്. ഇവിടെ വായിച്ച കവിതകളെക്കാൾ കൂടുതൽ അദ്ദേഹം പറഞ്ഞ ഈ വായിച്ച കവിതകളെക്കാൾ കൂടുതൽ അദ്ദേഹം പറഞ്ഞതിലാണ് കവിതകളുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു ദാർശനികൻ്റെ ഒക്കെ ഒരു ഭാവത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നതെങ്കിൽ കുറേ കൂടി ഗഹനമായ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുമായിരുന്നു. അദ്ദേഹം വളരെ ലളിതമായി വെറും ഒരു ഉമ്പാച്ചിയായി നിന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഭാവങ്ങളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ മലയാള സാഹിത്യത്തിൽ പ്രതിഭകളാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, സ്വയം പ്രതിഭകളല്ലാതിരിക്കെ അങ്ങനെ നടിക്കുന്ന ആളുകൾ ചെയ്യുക, ഞാൻ കണ്ടിടത്തോളം അവരുടെ ശരീരഭാഷയിലാകമാനം ഒരു ദാർശനികൻ്റെ ഭാവം കൊണ്ടുവരും. അങ്ങനെ വലിയ വലിയ വാക്കുകൾ ഉച്ചരിക്കും. അങ്ങനെ സദസ്സിനെ ആകെ അമ്പരപ്പിക്കും. അങ്ങനെ അമ്പരപ്പിലാണ് ഇവർ വലിയ ആളാണ് എന്ന് തോന്നിക്കുക. അദ്ദേഹത്തിന് സ്വാഭാവികമായി അമ്പരപ്പിക്കാൻ കഴിയുന്ന പലതും കയ്യിലുണ്ടായിട്ടും അതൊക്കെ കൊഴിച്ച് കളഞ്ഞ് ചിറകുകളൊക്കെ താഴ്ത്തി വളരെ നിസ്സാരനായി നിന്നുകൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇദ്ദേഹം ഉമ്പാച്ചി പറയുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇത് കുറച്ചുകൂടി സാർത്ഥകമാവണമെങ്കിൽ നമ്മൾ കുറേ കൂടി ആളുകൾ, ഇതിലുള്ള ആളുകൾ, എല്ലാവർക്കും പറയാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. വെറുതെ കേൾവിക്കാർ മാത്രമായി ഉള്ള ആളുകൾ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും അവരുടേതായ രീതിയിൽ ഇതിൽ അവരുടെ പങ്ക് ചേർക്കണം. മോസിന് ഇനി ഇതിൽ ഒന്നും ചെയ്യാനില്ല. റഫീഖ് ഇവിടെ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഞാൻ വിചാരിക്കുന്നത്, മോസിനെ പോലെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്നലെ വരെ നമുക്കറിയാത്ത ഒരാളെ, എനിക്കറിയാത്ത ഒരാളെ, നിങ്ങൾ പലർക്കും അറിയായിരിക്കും, അറിയാത്ത ഒരു മോസിനെ ഇവിടെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. മോസി ഇതോടുകൂടി ഇവിടെ പെട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വരുമ്പോൾ പാട്ട് പാടാതെ അല്ലെങ്കിൽ കവിത ചൊല്ലാതെ ഗസൽ ആലപിക്കാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു ഗതികേടിലേക്ക് മോസിനെ എത്തിച്ചു എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു സംഗതി. അതുകൊണ്ട് മോസിന് ഒഴികെ ബാക്കി ആർക്കും, മോസിനും പറയാം, എല്ലാവർക്കും പറയാനുണ്ടാവും തീർച്ചയായും. അങ്ങനെ പറയാനുള്ളൊരു അവസരമാണ്. അതിനുശേഷം ഉമ്പാച്ചി വീണ്ടും കുറച്ചുകൂടി കാര്യങ്ങൾ പറയും. അതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി, റഷീഖ ചോദിച്ചൊരു ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞിട്ട് എല്ലാവരും പങ്കെടുക്കണം. പങ്കെടുത്തുകൊണ്ട് ഇതൊരു സാർത്ഥകമായ ഒരു ഇബാദത്തായി, അല്ലേ, ഒരു ഇബാദത്തായിട്ട് മാറ്റണം എന്ന് പറയുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇങ്ങനെ പരത്തി പറയാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കിയത്. അങ്ങനെ കവിതകൾ അയക്കും, എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും കവിതകൾ അയക്കും, എല്ലാവരും തിരിച്ചയക്കും. എല്ലാവരെയും കത്ത് എൻ്റെ കയ്യിലുണ്ട്. KC നാരായണൻ്റെ ഉണ്ട്, എല്ലാവരും കത്തുകളുണ്ട്, തിരിച്ചയച്ചിട്ട് ഓല ഒപ്പിട്ട കത്തുകൾ. പക്ഷെ ഓല കൊണ്ടൊക്കെ ഞാൻ പിന്നെ എൻ്റെ കവിതകൾ നല്ലതാണെന്ന് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അന്നോൽക്ക് നമ്മളെ കവിതയോ നമ്മളെ ജീവിതമോ അറിയാത്തതുകൊണ്ടുള്ള മലയാളികളുടെ രാത്രികൾ എന്ന് പറഞ്ഞിട്ട് KC നാരായണൻ്റെ പുസ്തകം ഉണ്ടല്ലോ, അതിൽ റാത്തീബും അതൊന്നുമില്ലല്ലോ, ഫുള്ള് കഥകളി കണ്ട് മലയാളികളുടെ രാത്രി ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനത്തെ വിഷയം നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ സംസാരിക്കാണ്ടെന്ന്. അപ്പോൾ മലയാളികളുടെ രാത്രിയിൽ വയലില്ലേ, കഥാപ്രസംഗമില്ലേ, ആയിഷ ബീഗത്തിൻ്റെയും ഹലീമ ബീഗത്ത് ഇവരുടെയൊക്കെ ഗാനങ്ങളില്ലേ, ഇതൊന്നുമില്ലാതെ എന്ത് മലയാളിയുടെ രാത്രിയാ? പ്രേമിക്ക പൊരുതണം. അപ്പോൾ പിന്നെ അപ്പോൾ ഇങ്ങനെ ഈ കവിതകളൊക്കെ തിരിച്ചയക്കും. അതിലേറ്റവും കഷ്ടം എന്താണെന്നറിയാം, ഭാഷാഭൂഷണിൽ നിന്ന് ഒരിക്കൽ എനിക്ക് കവിത തിരിച്ചയച്ചത് പിന്നെ സ്ഥലപരിമിതി മൂലം ഉൾപ്പെടുത്താനാവില്ല, കവിത നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിവിക്കനോട് പറഞ്ഞു ഒന്നും കൂടി അയക്കുന്നത്, സ്ഥലം ഉണ്ടാകുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അയച്ച് അതിൽ KC നാരായണ എഴുതിയ മറുപടി എൻ്റെ അടുത്തുണ്ട്, തപ്പിയാൽ കിട്ടും. അങ്ങനെ പിന്നെ ആരും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ യാഹൂ ചാറ്റിൽ വളരെ സത്യസന്ധമായിട്ട് ചന്ദ്രികയിൽ കോഴിക്കോട് ജോലി ചെയ്യുന്ന സമയത്ത് യാഹൂ ചാറ്റിൽ പിന്നെ ഈ ഇൻ്റർനെറ്റുമായിട്ടുള്ള നമ്മളെ ഇടപെടൽ സഹവാസം ആരംഭിക്കുകയാണ്. ചന്ദ്രികയിലെത്തിയോടുകൂടിയാണ് ഇൻ്റർനെറ്റ് കിട്ടുന്നത്. അപ്പം അന്ന് യാഹൂ ചാറ്റ് റൂമാണ്. അപ്പം എൻ്റെ പേര് ഉറുമ്പ് എന്നാണ്. അപ്പം ആരും വന്നിട്ട് കടിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കടിക്കൂല, ഇറുക്കുമെന്ന് അറിയും. അങ്ങനെ നമ്മളെ ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലായി. അവരായിട്ട് സ്ഥിരമായി സംസാരിക്കും. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ് ഞാൻ. അങ്ങനെ അവർക്ക് ഞാൻ കവിതകൾ അയച്ചു കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞിട്ടാ ഇത് നല്ല കവിതകളാ, നീ ഇതിങ്ങനെ വെച്ചിരിക്കില്ലേ, എനിക്ക് അയച്ചു തന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാൻ ഒരു 40-40 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ്. അങ്ങനെ അവർ എന്നോട് പറഞ്ഞു ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വന്നിട്ടുണ്ട്, നീ സ്വന്തം പബ്ലിഷ് ചെയ്യുന്നതന്നെ. അങ്ങനെ അവരാ എന്നെ പഠിപ്പിച്ച് ബ്ലോഗ് ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ബ്ലോഗ് ഉണ്ടാക്കി. മലയാളം എഴുതാൻ അറിയില്ല. ആദ്യം ഞാൻ കവിത എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതാണ് ബ്ലോഗിലിട്ടത്. അപ്പം
ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരാൾ കൊറിയയിൽ നിന്ന് എനിക്ക് പിന്നെ എൻ്റെ കമൻറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മലയാളം എഴുതാൻ പഠിപ്പിച്ചു തരാമെന്ന്. അന്ന് ഭയങ്കര അടുപ്പായിരുന്നു. ഈ ചിതറിപ്പോയ മലയാളിയെ പിന്നെ ഭയങ്കരമായിട്ട് ഒന്നിപ്പിക്കുകയാണല്ലോ ഈ ബ്ലോഗ്. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാവരെയും പഠിപ്പിക്കുക. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞ് ബ്ലോഗ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും റഫീഖ് തിരുവള്ളൂർ എന്നുള്ള പേരിൽ, ആദ്യം ഞാൻ റഫീഖ് തണ്ടോട്ടിയാണ്, പിന്നെ റഫീഖ് തിരുവള്ളൂർ എന്നുള്ള പേരിൽ കുറേയൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തിരിച്ചയച്ച കവിതകളായതുകൊണ്ട് തന്നെ പി.ടി. അബ്ദുറഹ്മാൻ്റെ ഒരു വരിയുണ്ട്, പത്രാധിപന്മാർ തിരിച്ചയച്ചരൻ കവിതയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഞാൻ കരച്ചിൽ എന്നിട്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഈ തിരിച്ചയച്ച കവിതകളായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് ഒരു ഒട്ടും പ്രതീക്ഷയില്ല. പിന്നെ ഞാൻ എഴുതുന്നതൊക്കെ ആ കാലത്ത് ഉസ്താദിൻ്റെ മഴക്കാലം എന്നൊക്കെ പറഞ്ഞ കവിതയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ റഫീഖ് തിരുവള്ളൂർ എന്നുള്ള പേരിൽ കവിത ഇനി എഴുതണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഏകദേശം. ഒന്നാമത് നമ്മൾ സ്റ്റാമ്പിൻ്റെ പൈസ ചിലവാക്കണ്ടേ, ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലവുണ്ടല്ലോ. ചന്ദ്രികയിൽ നിന്ന് ആകെ 3000 റുപ്യ തരിക. അങ്ങനെ പിന്നെ കവിത ഞാൻ ഉപേക്ഷിച്ച്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടിട്ടാണ് ഈ സ്ത്രീക്ക് ഇതൊക്കെ അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബ്ലോഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ റഫീഖ് എന്നുള്ള പേരിൽ വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ ജിമെയിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ അവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്നെ ഞങ്ങളെ ഭാഷയിൽ ഉമ്മ വെക്കുന്നതിന്, കുട്ടികളെ ഉമ്മ വെക്കുന്നതിന് ഉമ്പാച്ചി കൊടുക്കാമെന്ന് പറയാം. ഈ ചെറിയ മക്കളെ ഉമ്മ വെക്കുന്നതിന് ഉമ്പാച്ചി എന്നാണ് പറയാം. അപ്പോൾ എൻ്റെ ഉമ്മാമാൻ്റെ ഐഡൻറ്റിറ്റി തന്നെ അതാ. എൻ്റെ മോന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകില്ലേനും ഓൻ പറയാം ഉമ്പാച്ചി കൊടുക്കുന്ന ഉമ്മ വെക്കുന്ന ഉമ്മാമാൻ്റെ അടുത്ത് പോകില്ല എന്നാണ്. ഉമ്മാമാൻ്റെ അസ്തിത്വം ഈ ചുംബനങ്ങളാണ്. അപ്പോൾ പിന്നെ ഉമ്മാമാക്ക് കവിത ഉണ്ടായിരുന്നു സത്യത്തിൽ. കുറേ ഉമ്മാമ പറഞ്ഞതിൽ കുറേ കവിത. ഈ ഒരിക്കലേ മഴ ഇങ്ങനെ പെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ ഉമ്മാമ പറഞ്ഞ് മൊയിലിയാർ നീലം മുക്കിയ പോലെ ഉണ്ടല്ലോ ആകാശം എന്ന്. ഞാനിതൊക്കെ എഴുതി വെക്കുന്നുണ്ടാ, മൊയിലിയാർ നീലം മുക്കിയതുപോലെ ഉണ്ടല്ലോ ആകാശം എന്ന് പറഞ്ഞു ഉമ്മാമ. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് തിരുമ്പാറിയില്ലല്ലോ. നീലം മുക്കിയ കുറേ സ്ഥലത്ത് നീലം കൂടുതലും കുറേ സ്ഥലത്ത് നീലം കുറവൊക്കെ ആയിരിക്കും. ആ സാധനം എനിക്ക് വന്നാൽ അത് സ്വന്തം ഉള്ളിൽ നിന്ന് വന്ന സാധനമാണ്, അല്ലാണ്ട് ആ ഉപമ വേറെ എവിടെ ഇല്ലല്ലോ. അങ്ങനെ സംസാരിക്കും. അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ വയനാട്ടിൽ പോയി ജമാൽ സാഹിബിനെ കാണാൻ പിൽക്കാലത്ത്. ഉമ്മാക്ക് വയ്യാതായ സമയത്ത്. ഇവർക്ക് വയ്യാതായി എന്ന് ഇവർ സമ്മതിക്കില്ലല്ലോ. മുട്ടിൽ നിന്ന് തിരിച്ചു വരികയാണേ. അന്ന് ഈ ദാറുൽ നിന്ന് എനിക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഇവൾക്കൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എന്തോ വഴിവിഴച്ചു പോയി, ഇബിലീസിൻ്റെ മാർഗത്തിലാണെന്നുള്ളൊരു ബേജാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ചെറിയൊരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ജമാൽ സാഹിബിൻ്റെ താടിയൊക്കെ കണ്ട ഏകദേശം ആശ്വാസമാവും ചെയ്യും. ജമാൽ ഖാനൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ അവരൊക്കെ കൂട്ടിയിട്ട് വയനാട്ടിൽ പോകും. അപ്പോൾ ജമാൽ ഖാനെ പറ്റി നല്ലത് പറയുമ്പം അത്ര പ്രശ്നമൊന്നും ഇല്ല എന്നൊരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു ഉമ്മാമാനെയൊക്കെ കൊണ്ടുപോയിട്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഉമ്മ പറഞ്ഞു, ഞാനിങ്ങനെ എടക്കൽ ഗുഹേനെ പറ്റി പറഞ്ഞു. ഉമ്മ പറയാം എന്നാൽ പോവാന്ന്. എന്നാൽ ഇതെത്ര കയറണോ അങ്ങനത്തെ യാതൊരു ആലോചന ഉണ്ടാവില്ലല്ലോ. ഞാൻ റെഡി, നമുക്ക് പോകാന്നുള്ള കോലത്തിലുള്ള അങ്ങനെയാണ് ഉമ്മാമ. അങ്ങനെ അന്ന് ആ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ പള്ളേന്ന് കട്ടുവെച്ച മുതലും ഉറക്കത്തുനിന്ന് കട്ടുവെച്ച അമലുവേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നാണ്. പള്ളേന്ന് കട്ടുവെച്ച മുതൽ, ഭോഗത്തിലേക്ക് പോവാത്ത ബാക്കിയായ, ഉപഭോഗത്തിലേക്കും ഭോഗത്തിലേക്കൊന്നും പോവാതെ ബാക്കിയായ സൂക്ഷിപ്പ് സമ്പത്ത്, ഉറക്കത്തുനിന്ന് വിശ്രമത്തുനിന്ന് നിദ്രയെന്നൊക്കെ ഉറക്കത്തുനിന്ന് കട്ടുവെച്ച അമൽ നമുക്കുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ചിലതൊക്കെ പറയുമ്പോൾ നമ്മൾ അതെവിടെ നിന്ന് കിട്ടിയെന്നൊന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. അങ്ങനെ പിന്നെ ഓൽക്കിത് വലിയ കാര്യമെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മരിച്ചുപോയി, പക്ഷേ പുറത്തു കൊടുക്കട്ടെ. രണ്ടാളും അതിൽ ഉമ്മാൻ്റെ ഉമ്മ കുറച്ച് കടുപ്പേനു. ഉമ്മാൻ്റെ ഉമ്മ. അങ്ങനെ ഈ മൊയിലിയാർ
ഈ സാധനം ഞാൻ കവിതയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആകാശം, വലിയാർ നീലമുക്കിയ ആകാശം, അതാണ് ഉസ്താദിൻ്റെ മഴക്കാലം. അപ്പോൾ ആ കവിതയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതിലാണ് ഞാനിങ്ങനെ എന്നാൽ പിന്നെ ഉമ്പാച്ചി എന്നിടാന്ന് തീരുമാനിച്ച്. അങ്ങനെ ജിമെയിൽ ഉണ്ടാക്കിയ ഉമ്പാച്ചി എന്നാണ്. എന്നിട്ട് ബ്ലോഗിൻ്റെ ശരിക്കുള്ള പേര് ഒപ്പരന്നേനു. പക്ഷേ ഉമ്പാച്ചി പോസ്റ്റ് ഇടുന്നതാണല്ലോ കാണിക്കുക. അപ്പോൾ ആളുകൾ പിന്നെ ഞാൻ ആദ്യം പിടികൊടുത്തില്ല കുറേ കാലം. പക്ഷെ അവിടെ വന്നിട്ട് ആളുകൾ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ വിഷ്ണു പ്രസാദ് ഇല്ലേ, നല്ല പിൽക്കാലത്ത് ഉജ്ജ്വല കവിയായി മാറിയൊരു വിഷ്ണു പ്രസാദ് ഉണ്ട്, വിഷ്ണു മാഷ്. അപ്പം നമുക്ക് പോലൊന്നും അറിയൊന്നുമില്ല. ശരിക്കും മലയാളം ബ്ലോഗർമാരുടെ ആദ്യത്തെ 10 ആളിലുണ്ട് കവിതാ ബ്ലോഗുകളിൽ. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഇത് നമ്മളിങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണെന്നൊന്നും. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഓല് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു, ജിമെയിൽ ഉണ്ടാക്കി. പക്ഷേ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആൾ ടെക്സ്റ്റ് ചെയ്താൽ പഠിപ്പിച്ചു തന്നു. അന്ന് നമുക്ക് ചന്ദ്രികയിൽ ടൈപ്പിംഗ് പഠിക്കണം എന്നുള്ള ഭയങ്കരമായ ഓർഡർ ഉണ്ടായിരുന്നു അൻവർ സാദത്തിൻ്റെ. അങ്ങനെ ടൈപ്പിംഗ് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പിന്നെ എളുപ്പമായി. അങ്ങനെയാണ് ഉമ്പാച്ചി എന്നുള്ള ബ്ലോഗ് ഉണ്ടാക്കി. പക്ഷേ ഒരു 1.5 കൊല്ലമൊന്നും ആരോടും പറഞ്ഞില്ല ആരാന്നൊന്നും. പക്ഷേ ഈ വിഷ്ണു മാഷൊക്കെ വന്നിട്ട് കമൻ്റ് ഇടും. അപ്പോൾ അതിൻ്റെ താഴെ ആൾക്കാർ വന്നിട്ട് വിഷ്ണു മാഷ് വെറും വാക്ക് പറയില്ലടാ, നീ നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ. അപ്പോൾ എനിക്ക് വല്ലോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. ഞാനതൊരു ഒറ്റയ്ക്ക് ചെയ്യല്ലേ ഒരു അപ്പം ഈ സംഘത്തിലേക്ക് എനിക്ക് കയറണമെങ്കിൽ ഞാൻ വെളിപ്പെടാതെ പറ്റില്ല എന്നായപ്പോഴാണ് ഞാൻ വെളിപ്പെട്ടത്. അപ്പോഴത്തേക്കും എൻ്റെ പേര് ഉമ്പാച്ചി എന്നായിപ്പോയി. നന്നായി. അതിന് ഉമ്മ വെക്കുന്ന ഇല്ല. പക്ഷെ അത് ഈ നമ്മളെ മനോജ് ഗുരൂർ എൻ്റെ പുസ്തകത്തിന് എഴുതിയ റിവ്യൂവിൽ ഇത് പറഞ്ഞിരുന്നു. ഇങ്ങനെ അല്ല, ഓരോരുത്തരും അവരവരുടെ പേര് ഏറ്റവും നന്നാക്കിയിട്ടാണ് എഴുതുമ്പോൾ ഉപയോഗിക്കുക. ഈ ചങ്ങായി ഓൻ്റെ പേര് ഏറ്റവും മോശമാക്കിയിട്ട്, കാരണം ഓൽക്ക് ഉമ്പാച്ചി ഇല്ല, ഓൽക്കാകുള്ള ഇമ്പാച്ചിയാണ്, അത് കുട്ടികളെ പഠിപ്പിക്കാൻ പറയുന്നതാ. അങ്ങനെ ഇല്ല. വടകരയിൽ തന്നെ തിരുവള്ളൂർ, പേരാമ്പ്രൻ, അതാ ഒരു ഏരിയയിലാണ് ആ വാക്കുള്ളത്. ആ വാക്കൊക്കെ പോയി. എന്താ ഞാൻ അവിടെ നിന്നോളൂ. അതാ ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കും. ഓക്കെ പക്ഷേ നമുക്ക് ആപ്പിളിനെ ആപ്പിളെന്ന് വിളിക്കാത്ത ഒരു ആപ്പിളിനെ നമുക്ക് വിചാരിക്കാമല്ലോ. കഴിയില്ലേ? അല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വേണ്ടേ, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടേ. പക്ഷെ ഞാൻ എൻ്റെ ഈ കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ പക്ഷേ ഒരുപക്ഷെ ഇമേജുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ച്. എനിക്ക് കിട്ടിയ ഉത്തരം അതാ, ഇമേജ് ആയിരിക്കും.
സാധനം തന്നെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ കോപ്പി. ആ കോപ്പിയുടെ കോപ്പിയാണ് കവിത. അതുകൊണ്ട് കവികളെ ലോകത്ത് വെക്കരുത് എന്നുള്ളതാണ് കൂട്ടാൻ. അനുകരണത്തിന്റെ അനുകരണം. ഐഡിയ എന്താണ് പഴയ ഫിലോസഫേഴ്സ് ഒക്കെ ഐഡിയ ആണ്. ഞാൻ ആ പറഞ്ഞു തുടങ്ങിയതിൻ്റെ അത് ഞാൻ അത്ര ഉള്ളിലേക്ക് ഞാൻ വിചാരിച്ചു വെച്ച കാര്യങ്ങൾ മൊത്തം ഞാൻ പീട്ടിൻ്റെ പുസ്തകത്തിന് വേണ്ടിയിട്ട് വിചാരിച്ചു വെച്ച കാര്യമാണത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് മുമ്പാരെങ്കിലും വിചാരിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ പ്രാവശ്യം റമദാനിൽ ഖുർആൻ ഓതിയപ്പോൾ എനിക്ക് മൂസാ നബി ഭയങ്കര ഹീറോ ആയി മാറി. ഏമാതിരി മനുഷ്യൻ, അടിപൊളിയായിട്ടോ മൂസാ നബി. ഭയങ്കര നിസ്സഹായൻ, ഭീരു, ധീരത നടിക്കുന്ന ആൾ, പക്ഷേ ശാരീരികമായി ഭയങ്കര ശക്തൻ. എപ്പോഴും ഒളിച്ചോടുക, മരുഭൂമിയിൽ പോയി കുത്തിരിക്കുക. എന്ത് ക്യാരക്ടറാണ് പഠിച്ചവൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ അങ്ങനത്തെ ചില രസങ്ങൾ ഖുർആനിൽ കിട്ടൂലേ. അങ്ങനെ ആലോചിച്ച് നോക്കിയതാ. അപ്പോൾ പിന്നെ ഈ ഇമേജിൻ്റെ ഒരു ഭാഷ, അനുഭവത്തിൻ്റെ ഒരു ഭാഷയാണ് സ്വർഗത്തിലെ ഭാഷ. നമ്മൾ ഈ വർഗീകരണം, പിന്നെ ഗ്രഹണം, ഗ്രാഹ്യത, അതിൻ്റെയൊക്കെ ഒരു ഭാഷയാണ് ഭൂമിയിലെ ഭാഷ. അങ്ങനെയാണ് ഞാനതിന് രണ്ടായിട്ട് കാണുന്നത്. അതാണ് ഞാൻ കേവല ഭാഷ എന്ന് പറഞ്ഞത് നേരത്തെ. അപ്പം അനുഭവത്തിൻ്റെ ഭാഷയിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇമേജുകൾ മതി. ഞാൻ വെറുതെ വിചാരിക്കട്ടോ, അതിന് യാതൊരു അടിസ്ഥാനമൊന്നുമില്ല. ഈ കവിത നമുക്കൊരു സ്വർഗീയ അനുഭൂതിയൊക്കെ തരുന്നത് ആ ഭാഷയിലേക്ക് നമ്മളുടെ ഈ വർഗീകരണത്തിൻ്റെയും വ്യവഹാരത്തിൻ്റെയൊക്കെ ഭാഷയെ അങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു മുഹൂർത്തത്തിലാന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ ഖാലു സലാമ. സലാമുൻ സലാമ. ഓർമ്മകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓർമ്മകൾ അയവിറക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ രണ്ടു കൂട്ടരും. ഇല്ലീനിലുള്ളവരും വേണ്ടെന്നല്ല വിചാരി ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് കണ്ടിട്ടുണ്ടാവുക. പക്ഷെ അയാളെ മനസ്സിൽ ആപ്പിൾ അല്ലെങ്കിൽ വേറൊരു പേരിന്റെ ആളെന്ന് ഫീൽ ചെയ്തു. അത് ഭാഷയിലൂടെ സംഭവിക്കും. ആ ഭാഷ ഭൂമിയിലല്ലേ വേണ്ടു. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ വിചാരിക്കുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാനാ. അതൊക്കെ ഭൂമിയിലല്ല. ഇത് സ്വർഗത്തിൽ ഈ മനുഷ്യ സൃഷ്ടിപ്പ് നടക്കുന്നതിന് മുമ്പുള്ള കോണ്ടക്സ്റ്റിലാണ് ഈ സാധനം. അല്ല അതെ. എനിക്കൊന്നത് ഇത് എന്നൊക്കെയുള്ള ഈ വർഗീകരണം ഉണ്ടല്ലോ, ആ ക്ലാസിഫിക്കേഷൻ, ആ സാധനമൊക്കെ അതിന് വേറെന്തോന്ന് പറയും ഭാഷാശാസ്ത്രത്തിൽ. എന്തോ ഒരു അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, അവർക്കും വേണ്ടേ എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ. സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്
കവിമാരുടെ ഉള്ളിലുള്ള കേടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഓരിങ്ങനെ കുത്തിന്ന് സ്വർഗമായി ഇല്ല ഒഴിവാക്കി ഇവിടെ തന്നെ സ്വർഗാണെന്ന് അർത്ഥം. അടിപൊളി. എന്നെപ്പോലത്തെ ഒരു നാടൻ മനുഷ്യൻ, നാടൻ മീൻസ് മതപരമായ അധികം അറിവില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ച് സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ഇമേജ് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഞാൻ ഇടയ്ക്ക് നമ്മുടെ സുഹൃത്തായ നിങ്ങളെ കൂടെ പഠിച്ച ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, വേറെ നിങ്ങളെ ക്ലാസ് തന്നെ പഠിച്ച ഉസ്താദിന്റെ വായന കണ്ടിട്ട് ഞാൻ നിങ്ങളെ ക്ലാസ് പഠിച്ച വേറെ ഉസ്താദിനോട് പറഞ്ഞു, ഇങ്ങനൊന്നല്ല സ്വർഗത്തെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, കണ്ടു കിട്ടും മറ്റേ കിട്ടും ഇങ്ങനെ കുറെ ഞാൻ കണ്ടുപിടിക്കാനുള്ള ഞാൻ സ്വർഗത്തിൽ പോകണം, ഞാൻ സ്വർഗത്തിലൂടെ കണ്ടുപിടിക്കാനല്ല, എനിക്ക് അത് വേണ്ട, വേറെ ഒന്നിലും പോവാണ്. അപ്പൊ അതെന്താണെന്ന് കറക്റ്റ് നമുക്ക് ഇന്നപ്പോഴത്തെ ഒരു 8ാം ക്ലാസ് മദ്രസാണ്, അതിന്റെ മേലേക്കുള്ള പിന്നെ ഈ ഇങ്ങനെ യൂട്യൂബിൽ വരുന്ന സാധനത്തെ അറിവുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് ഇമേജ് പോലും പ്രശ്നമാണ്, ഈ പറഞ്ഞ ഇമേജ് കാണിച്ചിട്ടുള്ളത് പോലും പ്രശ്നമാണ്. എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര വേഗമാണ് സ്വർഗത്തെ കുറിച്ചുള്ള. അല്ല ഭാഷ ഉണ്ട് എന്നുള്ളതിനെ ഞാൻ നിഷേധിക്കുന്നില്ലേ, കാരണം ഈ നമ്മൾ പിഴപ്പിച്ചു എന്നുള്ളത് പറയുന്നത് വസ്വസ എന്നാണല്ലോ. ആദനബിനെ പിന്നെ വല്ല പിഴപ്പിക്കുന്നുണ്ടല്ലോ ഇബ്ലീസ്, അത് വസ്വസയാണല്ലോ, വസ്വാസ്, അത് എന്തോ മന്ത്രിച്ചതാണല്ലോ. നജിയ പോവാ, എൻ്റെ വളരെ പഴയ ഓൺലൈൻ സുഹൃത്തായി, ഇന്നലെ ആദ്യമായിട്ട് കണ്ട്. പിന്നെ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ സ്വർഗത്തിലെ ഭാഷ ഒരു അനുഭവത്തിൻ്റെ ഭാഷയും ഭൂമിയിലെ ഭാഷ ഈ പഠനം, വ്യവഹാരം, അതിൻ്റെ ഭാഷയായിരിക്കണം. ആ ഭാഷയിലേക്ക് നമ്മൾ ഒരു നിമിഷം മാറി നിൽക്കലാന്ന് കവിത എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തസ്ബീഹുണ്ട്. ഞാനിത് എഴുതിയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ചോദിച്ചോ അങ്ങനെ. വിൽസൺ ആദ്യത്തെ മലയാളം കവിതാ ബ്ലോഗ് ആ സമയത്ത് തന്നെ, അതിൻ്റെ തൊട്ട് പിന്നാലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സമയം 2005. അതെ.
വ്യാപരിക്കുന്ന കവിത രീതികൾക്ക് തുടക്കമൊക്കെ നമുക്ക് എൻ ജി ഉണ്ണികൃഷ്ണനൊക്കെ കാണാം. എൻ ജി ഉണ്ണികൃഷ്ണൻ ആദ്യത്തെ കവിത സമാഹാരം വരുന്ന ആലുവയിലെ ഒരു ബാമ്പു ന്യൂസ് എന്ന് പറയുന്നൊരു കഥ രചിക്കുക. 30 പേജുള്ള ഒരു കുഞ്ഞു പുസ്തകം. അപ്പം എന്തുകൊണ്ടായിരുന്നു ഭാഷയ്ക്കുള്ള ആളുകൾ കവിതകൾ എഴുതുകയും അല്ലെങ്കിൽ എഴുതി അയക്കാൻ ശ്രമിക്കുകയും ഇത് ഈ പറയുന്ന മുഖ്യധാര മാസികൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ നിലയ്ക്ക് സമാന്തരമായിട്ടുള്ള ഈ പ്രസാദനത്തിൻ്റെ ഒരു വഴികൾ ആലോചിക്കാതിരുന്നത് എന്നുള്ളൊരു കാര്യം. അതെന്തുകൊണ്ടാ? ലിറ്റിൽ മാഗസിനുകൾക്കൊക്കെ കവിത അയച്ചിരുന്നു ആ സമയത്ത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. അപ്പം അന്നത്തെ ഇങ്ങനെയുള്ള പ്രസാധകരെക്കുറിച്ചൊന്നും ശരിക്കും, ഒന്നാമത് ഞാൻ കവിത എഴുതിയിട്ടുണ്ട്, ഞാനൊരു കവിയാണ്, ഞാൻ എഴുതിയ കവിതകൾ ഇതാണെന്നൊന്നും പറഞ്ഞു പോകാനുള്ള അങ്ങനെ ഒരാളല്ല ഞാൻ. പിന്നെ നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ നമ്മൾ എഴുതുന്നത് നല്ല കവിത എന്നൊക്കെ പറയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണമല്ലോ. അത് ഈ ബ്ലോഗിന് ശേഷം ഉണ്ടായിട്ട് തന്നെ ഉള്ളൂ. അതാണ് അതിൽ ഒന്നാമത്തെ പ്രശ്നം. സ്വന്തം നിലക്ക് എനിക്കിപ്പോൾ തന്നെ പറ്റില്ല. ഞാൻ ആകെ 5 പാട്ട് എഴുതിയിട്ടുള്ളൂ, 5 6 പാട്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, കാരണം ഇപ്പം എഴുതിയ പാട്ടുകളൊക്കെ അത്യാവശ്യം ആളുകൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ എന്നോട് ആരും പാട്ട് എഴുതിപ്പിക്കുന്നില്ല. അപ്പോൾ ആളുകൾ പാട്ട് എഴുതിപ്പിക്കാതെ നമുക്ക് പാട്ട് എഴുതാൻ കഴിയില്ലല്ലോ. പിന്നെ ഇപ്പോഴാണ് ഇതിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുമാണ്. അപ്പോൾ ഒന്ന് ഈ പ്രശ്നത്തിൽ എനിക്ക് ഭയങ്കര ഞാൻ വളരെ മോശമാണ് ഈ കാര്യത്തിൽ. ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ ആളുകളെ സമീപിക്കുന്നില്ല. സിനിമയുടെ ഗ്ലാമർ ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. പക്ഷെ പല ആളുകൾക്കും ഒന്നും കിട്ടാനൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും പക്ഷെ അന്ന് ഒരുപാട് മനുഷ്യന്മാർ നിരൂപണമൊക്കെ ചെയ്തിട്ട് ഒന്ന് കൊല വിളിക്കും, പക്ഷെ അപ്പം തന്നെ അതിശക്തമായിട്ട് പ്രതിരോധിക്കുന്ന. ഇപ്പം എനിക്ക് എൻ്റെ കവിതയിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ ആരോപിക്കുമായിരുന്നു. അപ്പം അന്ന് അനങ്കാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ആരാന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ അതെ, അപ്പം ഇത് പ്രതിരോധിക്കാനും ഇതിലെന്താ കുഴപ്പം, ഇങ്ങനെ എഴുതിയാൽ എന്താ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്ന ആ ചോദ്യം പോലും പിന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നൊരു തൻ്റെ ഇടന്നോ അല്ലെങ്കിൽ വിവരമില്ലായ്മ എന്നൊക്കെ വിളിക്കുന്നൊരു ചോദ്യമായിരിക്കും എനിക്ക് ഉണ്ടാകുക. പക്ഷേ അതിനെ വളരെ താത്വികമായി പിന്നെ ചോദിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വിപുലമായ ചർച്ച നടക്കുമായിരുന്നു ആ സമയത്ത്. ആ ചർച്ചകൾ ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് ഈ വൃത്തം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. പിന്നുള്ളത് നമ്മൾ പറയുന്ന വാക്ക് ആ ഭാവം നമ്മൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നതും വരി മുറിക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. അപ്പോൾ അതിനൊക്കെ കൗണ്ടർ ചെയ്യുന്ന നമുക്ക് വേണ്ടി അതിനേക്കാൾ നന്നായിട്ട് വാദങ്ങൾ അവതരിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ബ്ലോഗിൽ തന്നെ നടന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുള്ള ചർച്ചകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വിചാരിക്കും ഇവർക്ക് എന്തിൻ്റെ സൂക്കേടാന്ന്. കാരണം അത്രയും ദീർഘമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എഴുതുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരെ കൂടിയിട്ടാണ് അത് രൂപപ്പെട്ടത്. പക്ഷേ ഈ പരസ്പരമുള്ള ഫേസ്ബുക്കൊന്നും പോലെ ആയിരുന്നില്ല അന്ന്. ഭയങ്കര അടുപ്പായിരുന്നു ആളുകൾ തമ്മിൽ. ആ ആത്മബന്ധമാണ് ശരിക്ക്. ഈ ഫോണ്ടുകളൊക്കെ ആൾക്കാർ സ്വന്തം നിലക്ക് ഉണ്ടാക്കിയതാണല്ലോ അന്നത്തെ യൂണിക്കോഡ് ഫോണ്ടുകളൊക്കെ. അവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ അഷ്റഫ് തങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വ്യക്തികൾ സ്വന്തം നിലക്ക് കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് അതൊക്കെ ചെയ്തത്. നിങ്ങളെ പേരെന്താ? ജസ്റ്റിൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ആ
അവർ പോയില്ലേ? ആ ഭാഷയുടെ കാര്യത്തിൽ തീരുമാനമാക്കാതെ വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി. അവസാനിപ്പിക്കല്ലേ? നിങ്ങളെ ചോദിച്ച് എന്നെ ബഹുമാനിക്കൂ. ഏതാ? വീണ് കിട്ടിയാ? പക്ഷെ ആ സാധനത്തിലേ അതേപോലെ വീണിട്ടൊരു സാധനം കൂടെ ഉണ്ട്. പക്ഷെ അതാർക്കും ഇതുവരെ വർക്കായിട്ടില്ല. വെളിച്ചത്തിൻ്റെ ദ്രാവക രൂപമാണ് സംസം. അതുപോലെ ഇതുവരെ ആരും തൊട്ടിട്ടില്ല. ദ്രാവക രൂപമാണ് സംസം. അതേ ലേഖനത്തിൽ വീണ് കിട്ടിയ പെരുന്നാളിൽ അതേ ലേഖനത്തിലാണ് എൻ്റെ ഓർമ്മ. വെളിച്ചത്തിൻ്റെ ദ്രാവക രൂപമാണ് സംസം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ ആരും തൊട്ടിട്ടില്ല. കുറേ ചിലതൊക്കെ ഇങ്ങനെ എന്താ പറയുക, അതിലൊരു സുഖമുണ്ട്. പിന്നെ ചിലപ്പോൾ ഒക്കെ ബോധപൂർവം ഘടിപ്പിക്കുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതെനിക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടലുണ്ടായി. പക്ഷെ ഞാനിപ്പോൾ അത് വാക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ എടുത്തു വെക്കലാണ് സാധാരണഗതിയിൽ. കാരണം ഇത് മറന്നു പോകും. ഇതന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ പൂച്ച ചാടൂലേ, എന്നിട്ട് മുറ്റത്ത് വീണ് അതൊന്നിങ്ങനെ നടന്ന് ആ കിണറ്റിൻ്റെ പക്കത്ത് കൂടെ അങ്ങനെ തിരിഞ്ഞ് ആ ചീരൻ്റെ ഇടയിൽ കൂടെ അതങ്ങ് പോവും. പിന്നെ അതിനെ നോക്കിയാൽ കാണൂല. അപ്പോൾ അത്ര സമയമൊക്കെ ഈ വീഴുന്ന സാധനം നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് പിടിച്ചു വെക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ പറ്റാതെ കുറേ സാധനം പോയി പോകും. പക്ഷേ അത് പടച്ചവനിങ്ങനെ ദാനമായിട്ട് തരുന്നുണ്ട്. അങ്ങനെ കിട്ടലുണ്ട്, ഇടക്കിടക്ക് കിട്ടും. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ ഇങ്ങനെ പണിയെടുക്കുക എന്നുള്ളൊരു സൗകര്യമുണ്ട് ഇപ്പോൾ. പക്ഷേ എൻ്റെ പണി തന്നെ കുറേ എഴുത്താണ്. അതുകൊണ്ട് പിന്നെ അത് കഴിയുമ്പോൾ തന്നെ മുഷിയും. പിന്നെ അങ്ങനെ ഒന്നും ആലോചിക്കില്ല, ഞാൻ കിടന്നുറങ്ങും. തീർത്തല്ലേ? എല്ലാവർക്കും പിന്നെ സത്യത്തിൽ ഞാൻ ഒന്നാമത് അത്ര നന്നായി പ്രസംഗിക്കാനൊന്നും കഴിയുന്ന ആളല്ല. എനിക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇനി പോയി കഴിഞ്ഞാലേ ഇവിടെ പറയേണ്ട കാര്യങ്ങളുടെ പ്രളയമായിരിക്കും എൻ്റെ മനസ്സിൽ. അതല്ല, നിങ്ങൾ വിളിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാവുക മൊത്തം തലയിൽ അങ്ങനെ ആയിരിക്കും. അതല്ല പ്രസംഗം വളരെ പക്ഷേ നടക്കൂല. ഞാൻ തന്നെ വിചാരിച്ചു നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നത്. ഇങ്ങനെ നിൽക്കേണ്ടി വന്നപ്പോൾ തന്നെ എൻ്റെ ഒന്നാമത് അവിടെ കണ്ടപ്പോൾ തന്നെ കുറേ ആൾക്കാരുണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അപ്പോൾ തിത്തിക്കുട്ടി മാഷിനോട് നമുക്ക് വിളിച്ച് സംസാരിക്കാം. അതെ, ഞാൻ ഇപ്പം തന്നെ സംസാരിക്കാം. യെസ്. അല്ല, ഈ കവിതകൾ എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടില്ലല്ലോ തിത്തിക്കുട്ടി ടീച്ചർ? എൻ്റെ ഓർമ്മയിലേ ഇല്ല. പക്ഷെ രാമൻ പറഞ്ഞ ഭയങ്കര സൂഫി പോയട്രി എന്നാണ് രാമൻ പറയുന്നത്. കുറേ ഉണ്ട്. പക്ഷെ ഈ രാമൻ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു അതിഗംഭീരമായ കവിത, വിറക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിഗംഭീരമായ കവിതകൾ എഴുതിയിരുന്ന ഒരു കുട്ടി നമ്മളെ ഒരു സമീപ ഭൂതകാലത്ത് ആത്മഹത്യ ചെയ്തിരുന്നു.
ഷിംന എന്നാരും പറഞ്ഞിട്ട്, അവളുടെ ഉമ്മയാണ് ഈ സ്ത്രീ. ഈ മകൾ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇവർ ഭയങ്കരമായിട്ട് പിന്നെ ഒരു തരം വിഷാദത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ ആ വിഷാദത്തെയും അവർ കവിത കൊണ്ടാണ് മറികടന്നത് എന്നൊക്കെ രാമൻ പറഞ്ഞു. അങ്ങനെ കുറേ എഴുതി ആണോ? തിത്തിക്കുട്ടി എന്നല്ലേ? ഞാനൊക്കെ സെർച്ച് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഞാനത് പേരവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇന്നത്തെ ഈ ഇരിപ്പ് കൊണ്ട് പുറമണ്ണൂരിനെ ഓർത്തു, തിത്തിക്കുട്ടിയെ വിചാരിച്ചു, പിന്നെ എന്തൊക്കെയോ ഞാനും പറഞ്ഞു. ഈ ഒരു വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കവിത വായിച്ച് അവസാനിപ്പിക്കാം. പത്തി ഉയർത്തിയുള്ള ആ ഒരു നിമിഷത്തെ നിൽപ്പിൽ, പത്തി ഉയർത്തിയുള്ള ആ ഒരു നിമിഷത്തെ നിൽപ്പിൽ ഇന്നേ വരെയുള്ള എല്ലാ ഇഴച്ചിലുകളും റദ്ദായി പോയിരിക്കുന്നു. ഒരു കുഞ്ഞു കവിതയാണ്. ഈ നമ്മളെ ഇസ്ലാമിൻ്റെ ദർശനത്തിൽ ആക്കിബത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആത്യന്തിക ഫലം. ഈ കവിത വായിക്കുമ്പോഴൊക്കെ എനിക്ക് അതാ കിട്ടുക. ഇഴയുന്ന പാമ്പ് അതിങ്ങനെ ഇഴയുക എന്നുള്ളത് എന്താ പറയുക, മുട്ടിലിഴയുക എന്നൊക്കെ പറയുന്നത് അത്രയും മോശം അവസ്ഥയാണല്ലോ. ആ അവസ്ഥയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് പത്തി ഉയർത്തിയുള്ള, മിക്കവാറും അത് അടിച്ചു കൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കും, പത്തി ഉയർത്തിയുള്ള ആ അവസാനത്തെ നിൽപ്പിൽ അതുവരെയുള്ള എല്ലാ ഇഴച്ചിലുകളും റദ്ദായിപ്പോയിരിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ആക്കിബത്തിലാണ്. നമ്മളുടെ വിശ്വാസ സങ്കല്പം. അല്ലാഖിബത്തുലിൽ മുത്തഖീൻ. അസ്സലാമു അലൈക്കും. ഇത് ആർക്കും ഇനിയൊന്നും പറയാനില്ല എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇവിടെ CHR ഒരു പുതിയ ധാര തുറക്കുന്നതിന്, ഉദ്ഘാടനം ചെയ്യുന്നതിന് കാരണമാകട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ രാമനെ അടുത്ത ദിവസം നമുക്ക് തരാം എന്ന് പറയുന്നുണ്ട്. ഇതുപോലുള്ള ചർച്ചകൾ ഈ സാംസ്കാരിക മേഖലകളിൽ കൂടിയുള്ള നമ്മുടെ എഴുത്തിനെയും കവിതയെയും കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനകത്ത് ഒരു കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ പുസ്തകത്തിൽ രാമൻ നല്ലൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഉസ്മാൻ ഖാൻ്റെ പുസ്തകങ്ങൾ സമാജിച്ചില്ല ഇപ്പം മരണശേഷം. രാമനൊരു കണക്കിന് ഞാൻ അതിൻ്റെ നിമിത്തമാണ്. ഇപ്പോൾ വളരെ ഗഹനമായ കുറേ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വളരെ ചുരുക്കം വാക്കുകളിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയില്ല എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യമാണ്. ഇത്രയും നേരം ഇവിടെ സംസാരിച്ച ഒരാൾ പ്രസംഗം എന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ഘോരമായ ഒരു വാക്കുകൾ കൊണ്ടുള്ള ആക്രമണമാണ് എന്ന് നമ്മളാരും വിചാരിക്കാത്തതുകൊണ്ടും ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിലും പതിഞ്ഞ ശബ്ദത്തിലും പതിഞ്ഞ താളത്തിലും ഒക്കെ സംസാരിക്കുന്നതും പ്രസംഗമാണ് എന്ന് നമ്മൾക്ക് വിചാരിക്കുന്നതുകൊണ്ടും ഇത് വളരെ ഗഹനമായൊരു പ്രസംഗമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ വരും എന്നുള്ളത് എൻ്റെയും കൂടി അനുഭവമാണ്. നമ്മൾ ചാനലിലൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലാണ്, കോടതി പിരിഞ്ഞാലാണ് പോയിൻ്റ് വരിക എന്നുള്ള പിന്നെ അനുഭവങ്ങൾ ഒരു ലോകാനുഭവം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു ചടങ്ങാണ്, നല്ലൊരു രസമുള്ള വളരെ മൃദുവായ പിന്നെ ഒരു സംവിധാനമാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. അത് നിങ്ങളെന്നാ പോണ്? ആണല്ലേ. രാമനെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി പിന്നെ വിപുലമായ രീതിയിൽ ഇത് കുറച്ചുകൂടി കൊണ്ടുപോകാൻ കഴിയും. ഇതുപോലുള്ള ചർച്ചകൾ ഉണ്ടാവും എന്ന് ശബ്ദങ്ങളുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് തന്നുകൊണ്ട് പിന്നെ റഷീക്ക അങ്ങനെ എല്ലാത്തിനും എപ്പോഴും പിന്തുണയുള്ള ആളാണ്. റഷീക്കിനോട് പ്രത്യേകം പറയേണ്ടതില്ല. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വളരെ സരസമായും വളരെ ഗഹനമായും ഈ വിഷയം ഇവിടെ ഉമ്പാച്ചി എന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു, പിന്നെ എന്താണെന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നില്ല. എന്നാൽ വളരെ നമുക്കൊക്കെ നമ്മുടെ ചിന്തയൊക്കെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. നന്ദി ഒരു അധിക വാക്കായി എടുക്കാതിരിക്കാനും കൂടി പറയുകയാണ്. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കും.